ഒക്കെ കൈകളില്ലേ, ആ കല്ലെന്ന് താഴെ ഇടുന്നോ അന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടാനായിട്ട് തുടങ്ങും. വിശ്വാസ കുടുംബങ്ങളിൽ ഏറ്റവും കൂടുതൽ പറ്റുന്ന ഒരു അപകടം ആ വീടുകളിലെ ചർച്ചകളാണ്, അവിടെ കുറ്റം പറച്ചിലാണ്. പാസ്റ്ററെക്കുറിച്ചും അറിയാവുന്ന ദൈവദാസന്മാരെക്കുറിച്ചും ഒക്കെ നമ്മൾ തലമുടിനാരെ കീറി പോസ്റ്റ്മോർട്ടം നടത്തി അവിടെ റിപ്പോർട്ട് അവതരിപ്പിക്കും. ഒരു കാര്യം അറിഞ്ഞോ അറിയാതെയോ തലമുറയ്ക്ക് കൈമാറുന്ന ഒന്നുണ്ട്. എന്താണ്? എറിയാൻ എന്ത് കൊടുക്കുക? കല്ല് കൊടുക്കുക. എറിയാൻ എന്ത് കൊടുക്കുക? കല്ല് കൊടുക്കുക. വേണ്ട, നമ്മളറിയാതെ പലതും കല്ല് കൊടുക്കുന്നത്. ഇടയ്ക്ക് എനിക്ക് വല്ലാതെ വിഷമം തോന്നിയൊരു സംഭവമുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പ്രായമുള്ളൊരു ദൈവദാസൻ, അനുഗ്രഹിക്കപ്പെട്ട, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു അപ്പച്ചന് വളരെ പ്രായമുണ്ട്. ഒരു 70-72 വയസ്സുണ്ട്. ഈ അപ്പച്ചൻ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു അപ്പച്ചൻ. വലിയ പ്രാസംഗികനൊന്നും അല്ലെങ്കിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ പ്രാർത്ഥന. ഒരു കാര്യം ഏൽപ്പിച്ചാൽ പ്രാർത്ഥിക്കും. അനുഗ്രഹിത ഒരു കർത്തദാസൻ, സാധുവായ ഒരു മനുഷ്യൻ. അദ്ദേഹം ഒരിക്കലും സഭയെ പറഞ്ഞു, ഞാൻ 21 ദിവസം ഉപവാസമാണെന്ന് പറഞ്ഞു. 21 ദിവസം ഉപവാസം ഇരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ സഭയെല്ലാം അറിഞ്ഞു പുള്ളി എന്ത് ഇരിക്കുകയാണ്, ഉപവാസം ഇരിക്കുകയാണ്. ആ സമയത്തൊരു കല്യാണം നടക്കുകയാണ്. അപ്പോൾ ആ കല്യാണത്തിന് പലരും വിശ്വാസികൾ വന്നു. ഇദ്ദേഹം കണ്ടായിരുന്നു, അദ്ദേഹം കഴിച്ചു. ഇതാണ് കുറ്റം. പുള്ളി കല്യാണത്തിന് കഴിച്ചു. പെട്ടെന്ന് ഞാൻ ടൗണിൽ നിൽക്കുകയാണ്. എനിക്കൊരു ഫോൺ കോൾ. ഒരു കടയുണ്ട്, അവിടെ കൂടി വാ, ഒരു വലിയ വിഷയമുണ്ട്. 5-6 സഹോദരന്മാർ ഒന്നിച്ച് ഫോൺ വിളിച്ച് കൂട്ടിയിരിക്കുക. ഞാൻ ചോദിച്ച് ഓടിച്ചെന്നു, എന്താണ് വിഷയം? വിഷയം ഇതാണ്, പുള്ളി ഉപവാസമാണ്. ഇന്നലെ സഭയെ പറഞ്ഞു. ഇന്ന് ഞങ്ങളുടെ കണ്ണാലെ ഞങ്ങൾ കണ്ടതാണ് പുള്ളി എന്ത് ചെയ്യുന്നത്, കഴിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം, നമുക്ക് പരിശോധിക്കണം. പുള്ളി എന്ത് ചെയ്തു? കഴിച്ചു. ഭയങ്കര സുന്നഹദോസ് കൂടുകയാണ്. ഞാൻ ചിരിച്ചുകൊണ്ട് അങ്ങ് നിന്നു. എനിക്ക് സത്യത്തിൽ ചിരിയാ വന്ന്. എന്നെന്നാ കാര്യം എന്നറിയാമോ? ഞാൻ അങ്ങോട്ട് ടൗണിലോട്ട് ചെന്നപ്പോൾ ഈ അപ്പച്ചനെ കണ്ടു. അപ്പച്ചൻ അവിടെ നിൽക്കുക. എന്നോട് പറഞ്ഞു, മോനെ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ വയ്യ, ഭയങ്കര വിഷമം, നീ എന്നെ വീട്ടിൽ വരെ ഒന്ന് കൊണ്ടുവിടാമെങ്കിൽ വിട്. ഞാൻ ചോദിച്ചാൽ എന്താ കാര്യം? എൻ്റെ ഇടം ഞാനിന്നൊരു കല്യാണത്തിന് പോയി. അവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ തലയും കാലം എല്ലാം ഇരുട്ടിച്ചു, കണ്ണിൽ ഇരുട്ട് കയറി, ഷുഗർ ഡൗണായി. ഞാൻ ഓർത്ത് ചത്തുപോകാൻ തുടങ്ങുകയെന്ന്. പിന്നെ ഒറ്റ മാർഗമുള്ളായിരുന്നു, ഞാൻ പെട്ടെന്ന് എടുത്ത് ചോറുണ്ട്, ഐസ്ക്രീം തിന്നു. എന്നിട്ടാണ് മാറിയ. എൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അപ്പം ഇവിടെ കുറേ എണ്ണം കൂടി തീരുമാനിക്കുകയാണ്, അച്ചായൻ ഉപവാസം വന്ന് പറഞ്ഞു കഴിച്ചു. ഇവൻ്റെയൊക്കെ സന്തതിക്ക് ഗുണം വരുമോ? ഒരു കാര്യം ഓർക്കണേ പ്രിയമുള്ളവരെ, കല്ലെറിയുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കണം. യേശു പഠിപ്പിച്ചത് കല്ല് താഴെയിടാനാ, കല്ല് താഴെയിടാനാ, കല്ല് താഴെയിടാനാ. കല്ല് താഴെയിടണമെന്ന് യേശുവിനെ പഠിപ്പിച്ചത് ആരാ? അപ്പനാണ്. നമ്മൾ അറിയാതെ വീട്ടിൽ ഇരുന്ന് കുറ്റം പറയുമ്പോൾ തലമുറയുടെ കയ്യിൽ കല്ലെടുത്ത് കൊടുക്കുക. എറിയരുത്, എറിയരുത്, എറിയരുത്. ആരെയും കല്ലെറിയരുത്. മനസ്സിലായെങ്കിൽ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. കല്ലെറിയരുത് പ്രിയമുള്ളവരെ, കല്ലെറിയരുത്. ആരെ എന്തെറിയരുത്? കല്ലെറിയരുത്. പലർക്കൊരു മിടുക്കാണ്. വല്ലവിടെയും വീണവൻ്റെ കഥകൾ വീമ്പിളക്കി വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ യേശു തമ്പുരാൻ പഠിപ്പിച്ച ഒറ്റ മാർഗമുണ്ട്. നിങ്ങൾ പാപം ചെയ്യാത്തവർ ഇവരെ എന്ത് ചെയ്യണം? കല്ലെറിയണം. അത് തന്നെയാണ് യേശുവിൻ്റെ മാർഗ്ഗം. ഒരിക്കൽ പത്രോസ് യേശുവിനോടൊപ്പം നിൽക്കുമ്പോഴാണ് യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ ചേവകർ വരുമ്പോൾ പത്രോസിനോട് യേശു പറഞ്ഞൊരു വാചകമുണ്ട്, നിൻ്റെ വാൾ എന്ത് ചെയ്യണം? ഉറയിലിടണം. അല്ലേ? വാൾ എന്ത് ചെയ്യണം? ഉറയിലിടണം. അതിന് മറ്റൊരാശയം കൂടെ ഉണ്ട്. വാൾ ഉറയിലിടണം എന്ന് പറഞ്ഞു. വാൾ ഉറയിലിടണമെന്ന് പറഞ്ഞാൽ യേശു മറ്റൊരർത്ഥത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയും. അതിന് മറ്റൊരർത്ഥമുണ്ട്. യേശുവിനെ അമ്മയായിരുന്ന മറിയത്തോട് ആ കുഞ്ഞിനെ കൈകളിലെന്തി ശിമിയോൻ പാട്ട് പാടുമ്പോൾ, നാഥ അടിയനെ സമാധാനത്തോടെ അയക്കണമേ എന്ന് ശിമിയോൻ പറയുമ്പോൾ, ശിമിയോൻ പറയുന്നൊരു വാക്കുണ്ട് മറിയത്തോട്, നിൻ്റെ പ്രാണനിൽ കൂടെ എന്ത് കിടക്കണം? വാള് കടക്കണം. ഞാൻ അവിടെ ഒന്ന് ഇന്ന് ചിന്തിച്ചോട്ടെ. ഇന്ന് ഞാൻ കണ്ടിട്ടുള്ള ഒരു നല്ല ശതമാനം വിശ്വാസികളുടെ കൈ കല്ലുണ്ട്, അവിടെ കൈ വാളുണ്ട്. എന്തിന്? മറ്റൊന്നിനുമല്ല. വല്ലവരും അടി വന്നാൽ അവർ ഓടും, പക്ഷേ അകത്തിരുന്നുകൊണ്ട് വെട്ടാൻ, അവരെന്നെ മുറിക്കാൻ, അവരെന്നെ എറിയാൻ നമ്മുടെ കൈ കല്ലും വാളും ഒക്കെ ഉണ്ട്. എന്നാൽ ചങ്കി വാളുള്ള ആരുണ്ട്? ചങ്കി വാളുള്ളവൻ്റെ ചങ്കിനകത്തൊരു വാളുണ്ടെങ്കിൽ അത് അവരെന്നെ മുറിക്കത്തില്ല. ഒരുവൻ തെറ്റിപ്പോയെന്ന് കണ്ട, ഒരുവൻ വീണെന്ന് കണ്ട, ആ വാൾ നിൻ്റെ ചങ്കിനെ മുറിക്കാൻ തുടങ്ങും. അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങും. പ്രിയമുള്ളവരെ, ഈ തലമുറയ്ക്ക് ആവശ്യം കൈ വാളുള്ളവനല്ല. സഭയ്ക്ക് ആവശ്യം കൈ വാളുള്ളവരെ അല്ല, കൈ കല്ലുള്ളവരെ അല്ല. അതിവിടെ RS-കാരുടെയിലും BJP-കാരുടെയിലും ഇവിടുത്തെ മുസ്ലിം തീവ്രവാദികളുടെ കയ്യിലൊക്കെ ഉണ്ടല്ലോ. അവിടെ കൈ വടിയും വാളും ഒക്കെ ഇരിക്കുമ്പോൾ പിന്നെ നമ്മുടെ കൈ വടിയും വാളും ഒന്നും വേണ്ട, നമുക്കിതിൻ്റെ ആവശ്യമില്ല. എന്നാൽ കൈ ചങ്കിനകത്ത് വാളുള്ള ഒരുവൻ എഴുന്നേക്കണം. അവൻ കരയാൻ തുടങ്ങും, അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങും, അവൻ ദൈവസന്നിധി വീണ്ടും നിലവിളിക്കാൻ തുടങ്ങും. മനസ്സിലായവർ ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്താട്ട്. വടിയില്ലാത്ത, കല്ലില്ലാത്ത, വാളില്ലാത്ത
ഒരു സമൂഹം. എന്നാൽ അവരുടെ ചങ്കിൽ എന്ത് വേണം? വാള് വേണം. ചങ്കി വാളുണ്ടെങ്കിൽ നീ വേദനിക്കുന്നതിൻ്റെ ഓരോ വേദനയും നിന്നെ കരയിപ്പിക്കാൻ തുടങ്ങും, നിന്നെ വേദനിപ്പിക്കാൻ തുടങ്ങും, അവൻ പ്രവർത്തിക്കാൻ തുടങ്ങും. മനസ്സിലായിട്ടുണ്ടോ? ചങ്കി വാള് വേണം. എനിക്കറിയാവുന്ന എൻ്റെ ഒരു സഹോദരനുണ്ട്, ബിജു തമ്പി. അദ്ദേഹം അനുഗ്രഹീത ഒരു കർത്തദാസനാണ്. ഇന്ന് മുംബൈ തെരുവിനകത്ത് അദ്ദേഹം ഒരു വലിയ പ്രവർത്തനം തുടങ്ങി. ഏതാണ്ട് 3000-ഓളം തെരുവ് കുഞ്ഞുങ്ങൾ എന്നും ഉച്ചയ്ക്ക് ഫീഡ് ചെയ്യപ്പെടുന്നുണ്ട്. ആ നിരവധി പ്രോസ്റ്റിറ്റ്യൂട്ട് റെഡ് സ്ട്രീറ്റിനകത്ത്, ചുവന്ന തെരുവിനകത്ത് സൈലൻ്റായിട്ടൊരു വർക്ക് അവർക്ക് വേണ്ടി, റെസ്റ്റോറൻറ്റിനകത്തുള്ള വേശ്യ സ്ത്രീകൾക്ക് വേണ്ടി അദ്ദേഹം ഡേ കെയർ ഹോം തുടങ്ങി. എന്തിനാ? അവരുടെ കുഞ്ഞുങ്ങളെ എടുത്തു വളർത്താൻ. ഭയങ്കര ഡ്രാസ്റ്റിക്കായിട്ടുള്ള ഒരു ചലഞ്ചാണ്. പക്ഷേ ബിജു ഞാനും കൂടെ സംസാരിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാതെ വിഷമിച്ചൊരു കാര്യമുണ്ട്. ഒരു ദിവസം ബിജു റെയിൽവേ സ്റ്റേഷനിൽ മുംബൈയിൽ ഇറങ്ങി ചെല്ലുമ്പോൾ അവൻ കണ്ട കാഴ്ച, ഒരു തെരുവ് കുട്ടിയെ ഒരു പോലീസ് എടുത്തിട്ട് അടിക്കുക. എന്ത് ചെയ്യാൻ? മനസ്സ് വല്ലാതെ നൊന്തു. എനിക്ക് എന്ത് ചെയ്യാനൊക്കും? അന്നേരം ചെന്നപ്പം കൈ കിട്ടിയ ഒരു പത്രത്തിലൊരു വാർത്ത കാണുന്നു. ഒരു തെരുവ് കുട്ടി കിടക്കുകയാണ്, അടുത്തൊരു പട്ടിക്കുട്ടി പ്രസവിച്ചൊരു പട്ടി കിടപ്പുണ്ട്. ഈ പട്ടിയുടെ പാല്, ആ സ്ഥലത്തിൽ നിന്ന് പാല് ഊറ്റി കൊടുക്കുന്ന ഒരു കുഞ്ഞിനെ കണ്ട്, പട്ടിപ്പാല് കുടിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ പത്രം ടൈംസ് ഓഫ് ഇന്ത്യക്ക് എത്തങ്ങാണ്ട് വന്നു. അവൻ്റെ മനസ്സ് മുറിഞ്ഞു. അവൻ ഇന്ന് വരെ പിന്നെ ബോംബെ വിട്ടു പോയിട്ടില്ല. ബോംബെ അവൻ്റെ നഗരമാക്കി മാറ്റി. അവിടെ വലിയൊരു പ്രവൃത്തി നടക്കുക. അനുഗ്രഹിക്കപ്പെട്ട പലരുടെയും പ്രവർത്തനങ്ങൾ ഇന്ന് പ്രിയമുള്ളവരെ പടർന്ന് പന്തലിച്ച് വലിയ ഇമ്പാക്റ്റ് സമൂഹത്തിൽ ഉണ്ടാക്കുമ്പോൾ മദർ തെരേസ ഉൾപ്പെടെയുള്ള, ഫാദർ ഡാമിയൻ ഉൾപ്പെടെയുള്ളവരുടെ ഹൃദയത്തിനകത്ത് ഒരു വാളുണ്ടായിരുന്നു. അവിടെ വേദന കണ്ടപ്പോൾ ആ ചങ്ക് മുറിഞ്ഞവർ ആ മുറിഞ്ഞിടത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുത്താനായിട്ട് അവരെ തന്നെ ഏൽപ്പിച്ചു. എന്നാൽ കൈ വാളുള്ളവൻ്റെ കയ്യിൽ, അവൻ്റെ കയ്യിൽ മാസികയുണ്ട്. നമ്മുടെ എല്ലാ അച്ചായന്മാരുടെ കയ്യിൽ മാസികയുണ്ട്. മാസികയ്ക്കകത്ത് എന്താ? അങ്ങോട്ട് ഇങ്ങോട്ട് ഏറാ. കാരണം കൈ കല്ലുണ്ട്. ഇത് താഴെ ഇട്ടിട്ട് ചങ്കിനകത്തൊരു വാളുണ്ടായിരുന്നെങ്കിൽ എമ്പുണ്ട് ഈ ഭാരതം യേശുവിനെ അറിഞ്ഞേനെ. ഇന്ന് രാത്രി മനസ്സിലായ ദൈവമക്കള്, നമ്മുടെ കൈകളിലെ വാള് വേണ്ട, നമ്മുടെ കൈ കല്ല് വേണ്ട, നമ്മുടെ ചങ്കിനകത്തൊരു കല്ല് വേണം, നമ്മുടെ ചങ്കിനകത്ത് വാള് വേണം. മനസ്സിലായവർ ഒരു നിമിഷം ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ട് കയ്യിലെ കല്ലുകൾ താഴെ ഇടണം. ഇത് യേശുവിനെ പഠിപ്പിച്ചത് ആരാ? യോസഫാണ്. സ്ത്രീയെ എന്തെറിയരുത്? കല്ലെറിയരുത്. നോക്കണം, മുമ്പോട്ടുള്ള അനുഭവങ്ങളെല്ലാം അത് കാണുന്നുണ്ട്. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഇവരെന്തെല്ലാം യേശുവിനെ സ്വാധീനിച്ചെന്ന് നോക്ക്. അത് കഴിഞ്ഞിട്ട് മറിയം ഈ ഗർഭവതിയായി. മറിയത്തോട് പരിശുദ്ധാത്മാവ് വന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 1-2 അധ്യായങ്ങളിലൂടെയൊക്കെ നമ്മളൊക്കെ പോകുമ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ചകളുണ്ട്. ഇവിടെ ആദ്യ നാളുകൾ, ഈ നാളുകളിൽ മറിയം സ്വയം ശുശ്രൂഷിക്കപ്പെടേണ്ടവളാണ്. അവളെ ആരെങ്കിലുമൊക്കെ ശുശ്രൂഷിക്കേണ്ടവളാണ്. പക്ഷേ ഈ സമയത്ത് മറിയ എഴുന്നേറ്റ് പോയി. ആരെ തേടിപ്പോയി? എലിസബത്തിനെ പോയി. എത്ര നാൾ ശുശ്രൂഷിച്ചു? 3 മാസം. ആര് ചെയ്യും? ഗർഭിണിയായിരുന്ന മറിയം എഴുന്നേറ്റ് പോയി ആ എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ. 1-2 ദിവസമല്ല, എത്ര നാള്? 3 മാസം. 9-ാം മാസം വരെ, അവളുടെ പ്രസവകാലം അടുക്കുന്നതിനും വരെ എലിസബത്തിനെ ശുശ്രൂഷിക്കുക. അപ്പോൾ ഈ കുഞ്ഞ് എവിടെ കിടപ്പുണ്ട്? വയറ്റിൽ കിടപ്പുണ്ട്. പ്രിയമുള്ളവരെ, ശുശ്രൂഷിക്കണം, അവരനെ ശുശ്രൂഷിക്കണം. 3 മാസം തൻ്റെ വേദന മറന്ന്, തന്നെ മറന്ന് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ യേശുവിനെ പഠിപ്പിച്ചത് ആരാ? മറിയമാണ്. അതുകൊണ്ട് തന്നെ മരണത്തിൻ്റെ വേദന മുമ്പിൽ കാണുമ്പോൾ യേശു ചെയ്തൊരു കാര്യമുണ്ട്. അവൻ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരി വെച്ച് അരയിൽ തോർത്തെടുത്ത് ശിഷ്യന്മാരെ എന്ത് കഴുകി? കാല് കഴുകാൻ തുടങ്ങി, പാദങ്ങൾ കഴുകാൻ തുടങ്ങി. അവരനെ ശുശ്രൂഷിക്കണമെന്നും വേദനിക്കപ്പെടുന്നവൻ്റെ കൂടെ പോയി ഇരിക്കണമെന്നും തൻ്റെ സമയം അവർക്ക് കൊടുക്കണമെന്നും അവരെ ശുശ്രൂഷിക്കണമെന്നും യേശുവിനെ പഠിപ്പിച്ചത് ആരാണെന്നറിയാമോ? അതിൻ്റെ പിന്നിലൊരു അമ്മയുണ്ട്. ആ അമ്മയാണ് യേശുവിനെ ശുശ്രൂഷിക്കാനായിട്ട് പഠിപ്പിച്ചത്. പ്രിയമുള്ളവരെ, സ്വർഗത്തെ വെടിഞ്ഞ് ഭൂമിയിലേക്ക് വന്ന എൻ്റെ യേശുവിനെ ഒരമ്മ സ്വാധീനിക്കാൻ കഴിഞ്ഞെങ്കിൽ അതിനും എത്രയോ വലുതായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് സ്വാധീനിക്കാൻ കഴിയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ അമ്മ ശുശ്രൂഷിക്കാൻ തുടങ്ങി. യേശു എന്ത് ചെയ്തു? ശുശ്രൂഷിച്ചു. അപ്പോൾ യേശുവിനെ ശുശ്രൂഷ പഠിപ്പിച്ചത് ആരാ? യേശുവിനെ ശുശ്രൂഷ പഠിപ്പിച്ചത് ആരാ? അമ്മയാണ്, അല്ലേ? യേശുവിനെ ശുശ്രൂഷ പഠിപ്പിച്ചത് ആരാ? അമ്മയാണ്. ഇത് നമ്മുടെ മക്കൾ ആരെങ്കിലും ഒന്ന് യോഗം കഴിഞ്ഞ് വിട്ടിട്ട് വന്നാൽ പറയും, അവൻ ഇച്ചു നേരം സഭയിൽ നിന്ന് പൊന്നുമോനെ പഠിക്കേണ്ട സമയത്ത് പഠിക്കണമടാ, വേണ്ടാത്ത അതൊക്കെ അതിനാടാ ഉപദേശിമാര്. നിൻ്റെ സമയം ഇവിടെ ഒരു കൊച്ചനുണ്ട് എൻ്റെ പാസ്റ്ററേ, നാട്ടുകാർക്കെല്ലാം പ്രയോജനപ്പെടാം, പക്ഷേ വീട്ടിലൊരു ഗുണവും ഇല്ല പാസ്റ്ററേ, അവൻ എല്ലാവരുടെ ആവശ്യത്തിനും എല്ലാവർക്കും നല്ലവനാ പാസ്റ്ററേ, ഇങ്ങനെ നടന്നാൽ കാര്യം നടക്കുമോ പാസ്റ്ററേ? അവനവൻ്റെ കാര്യം നോക്കേണ്ട മക്കൾ. ഈ പ്രിയമുള്ളവരെ, ആരെങ്കിലും ഒന്ന് ശുശ്രൂഷിക്കാൻ തുടങ്ങിയാൽ നമുക്ക് 1000 വാക്കാ തടസ്സപ്പെടുത്താൻ. പക്ഷേ ഒരു കാര്യം, യേശുവിനെ ശുശ്രൂഷ പഠിപ്പിച്ചത് ആരാ?
അമ്മയാണ്, സ്വാധീനിക്കുകയാണ്. അമ്മ പഠിപ്പിക്കുകയാണ്, ശുശ്രൂഷ പഠിപ്പിക്കുകയാണ്. പിന്നെ നമുക്ക് മുമ്പോട്ട് നോക്കാം. അപ്പം സ്വാധീനിക്കുമോ? വല്ലാതെ സ്വാധീനിക്കുമല്ലോ. യേശു ശുശ്രൂഷ പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് 12-ാമത്തെ വർഷമെത്തി. നമുക്ക് നോക്കാം. 2-ാം അധ്യായത്തിലേക്ക് വന്നാട്ട് 2-ാം അധ്യായത്തിൽ 40-ാമത്തെ വാക്യം നോക്കിയേ. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവൻ്റെ മേലെ ഉണ്ടായിരുന്നു. അപ്പോൾ യേശു കർത്താവ് വളരുകയാണ്. പൈതൽ വളരുന്നു, ജ്ഞാനം നിറയുന്നു, ആത്മാവിൽ ബലപ്പെടുന്നു, ദൈവകൃപ അവൻ്റെ മേലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് കാണുന്നൊരു കാര്യം 41-ാം വാക്യം. അവൻ്റെ അമ്മയപ്പന്മാർ എന്ത് ചെയ്യുമായിരുന്നു? ആണ്ടുതോറും എവിടെ പോകുമായിരുന്നു? പെസഹ പെരുന്നാളിന് യെരുശലേമിൽ പോകുമായിരുന്നു. അപ്പം പെസഹ പെരുന്നാളിന് യെരുശലേമിൽ പോകും. എങ്ങനെ പോകുമായിരുന്നു? അടിവരയിട്ട് ചിന്തിക്കണം. അവരെപ്പം പോകുമായിരുന്നു? നോക്കിക്കേ, ആണ്ട് തോറും എന്ന് പറഞ്ഞാൽ എല്ലാ വർഷത്തെയും ഈ യേശുവിൻ്റെ അപ്പനും അമ്മയും ഈ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് ഒട്ടും മടി കൂടാതെ എവിടെ പോകുമായിരുന്നു? പെസഹ പെരുന്നാളിന് പോകുമായിരുന്നു. എവിടെയൊക്കെ? യെരുശലേമിലേക്ക്. എന്ത് കഷ്ടപ്പാടെന്നറിയാമോ? ഇന്നത്തെ പോലെ വണ്ടിയൊന്നും ഇല്ല. നാസറേത്തിൽ നിന്ന് നടന്ന് ഈ അപ്പനും അമ്മയും യേശുവിനെയും കൂട്ടിക്കൊണ്ട് നടന്ന് എത്ര ദിവസത്തെ വഴിയാണ്. ഇടയ്ക്ക് യേശുവിനെ ഒന്ന് കാണാതെ വരുമ്പം തന്നെ ഏതാണ്ടൊരു 3 ദിവസം എടുക്കുന്നുണ്ട്. അപ്പം ദിവസങ്ങളുടെ യാത്ര, ഹാലേൽ ഗീതങ്ങളൊക്കെ എന്ന് പറയുന്ന സങ്കീർത്തന ഭാഗങ്ങളൊക്കെ പാടിക്കൊണ്ട് ഇവർ യെരുശലേമിലേക്ക് നടക്കുകയാണ്. ഒരുമിച്ചുള്ള യാത്രയാണ്. ആ യാത്രയിൽ ഒരു പ്രാവശ്യം പോലും ആരാധന മുടക്കാതെ പതിവ് പോലെ ആണ്ടുതോറും മുടങ്ങാതെ ആരാധനയ്ക്ക് പോകുന്ന ഒരു കുടുംബമായിരുന്നു. ആരുടെ കുടുംബം? യേശുവിൻ്റെ കുടുംബം, നസറത്തിലെ കുടുംബം. യോസഫും മറിയയും എല്ലാ വർഷവും എവിടെ പോകുമായിരുന്നു? ആരാധനയ്ക്ക് പോകുമായിരുന്നു. പ്രിയമുള്ളവരെ, ആരാധനയ്ക്ക് ഈ യേശുവിനെ കൂട്ടിക്കൊണ്ട് അവർ പോയത് കൊണ്ട് എന്ത് പറ്റിയെന്നറിയാമോ? ഒരു ദിവസം പോലും രാത്രി മുടങ്ങാതെ പരസ്യ ശുശ്രൂഷ എല്ലാം അവസാനിച്ചിട്ട് എന്നും രാത്രി പ്രാർത്ഥിക്കാൻ മലയുടെ മുകളിൽ ഒരു യേശു കർത്താവ് കടന്നു പോകുമായിരുന്നു. പെരുന്നാളുകളിൽ അവൻ പോയി പ്രസംഗിക്കുമായിരുന്നു. പ്രിയമുള്ളവരെ, പെരുന്നാളിന് പള്ളിയിൽ പോകണമെന്ന്, ആരാധന മുടങ്ങാതെ പങ്കെടുക്കണമെന്ന്, അവിടെ പോയി പ്രസംഗിക്കണമെന്ന് എൻ്റെ യേശുവിനെ പള്ളി പഠിപ്പിച്ചത്, ആരാധന പഠിപ്പിച്ചത് ആരാന്നറിയാമോ? ഒരപ്പനും അമ്മയാ. പതിവ് പോലെ എവിടെ പോകുമായിരുന്നു? ആരാധനയ്ക്ക് പോകുമായിരുന്നു. അപ്പോൾ ഈ കുടുംബം എന്തിനു പ്രാധാന്യം കൊടുത്തു? ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുത്തു. ആരാധന മുടക്കത്തില്ല, ഉപവാസ പ്രാർത്ഥന മുടക്കത്തില്ല, സഭായോഗം മുടക്കത്തില്ല. വളരെ ഇൻട്രസ്റ്റോടെ പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ ഒരു കാര്യം ഓർത്തോണേ, നമ്മളറിയാതെ കുഞ്ഞുങ്ങൾക്ക് കൈമാറ്റം ചെയ്യുന്ന ഒരു സന്ദേശമുണ്ട്. ഇതൊരു പരമപ്രധാനമായ കാര്യമാണ്. പക്ഷേ ഇതിലും പ്രാധാന്യം ചിലപ്പം നമ്മൾ പലതിനും കൊടുക്കുമായിരിക്കും. നിങ്ങൾക്കറിയോ, ഞാൻ SLCക്ക് നല്ല മാർക്കോടെ പാസ്സായവനാ. പ്രീ ഡിഗ്രിക്കോ അമ്പേ പൊട്ടിപ്പോയെന്ന് പറയത്തില്ലല്ലോ. അന്നൊക്കെ മലയാളം കിട്ടി, ഇംഗ്ലീഷ് എഴുതിയില്ല, സബ്ജക്റ്റ് പോയി, ഇങ്ങനെയൊക്കെ പറയത്തുള്ളൂ. തോറ്റെന്ന് പറയത്തില്ല. പക്ഷേ SLCക്കോ ഭയങ്കര മാർക്കായിരുന്നു, നല്ല മാർക്ക്. SLC പരീക്ഷ നടക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ 40 ദിവസത്തെ ഉപവാസം നടക്കും. അതിനിടയ്ക്കിരുന്ന പരീക്ഷ എഴുതി. എനിക്ക് 80% അടുത്ത മാർക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ മേളത്തെ കൊച്ചൻ തോറ്റുപോയി. അവൻ പറഞ്ഞു, താഴെ പ്രാർത്ഥന നടന്നുകൊണ്ടാണ് ഞാൻ തോറ്റുപോയത്. അപ്പോൾ എല്ലാവരും ചോദിച്ചാൽ എങ്ങനെയാണ് പിന്നെ അവനെങ്ങനെയാണ് ഇത്രയും മാർക്ക് കിട്ടിയത്? അങ്ങനെ ആ വാചകവാടി അവൻ്റെ മുൾമുന ഒടിഞ്ഞു പോയത്. അപ്പോൾ നോക്കണേ എൻ്റെ പ്രിയമുള്ളവരെ, അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ പോയി. അപ്പം ഞായറാഴ്ച പ്രാക്ടിക്കലിൻ്റെ ഈ ട്യൂഷനുണ്ട്. അപ്പം ഞാൻ ഞായറാഴ്ച ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്തിട്ട് ഞായറാഴ്ച 11:30 ആകുമ്പോൾ സഭായോഗത്തിന് ഇടയ്ക്ക് ഇറങ്ങിയിട്ട് എന്തിനു പോയി? പ്രാക്ടിക്കലിൻ്റെ ട്യൂഷന് പോയി. അങ്ങനെ സബ്ജക്റ്റ് പോയി, മലയാളം കിട്ടി, ഇംഗ്ലീഷ് എഴുതിയില്ല, അങ്ങനെ മൊത്തം പോയി. ഒരു കാര്യം പ്രിയമുള്ളവരെ, ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ എന്തോ ഉച്ചകുത്തി മറിഞ്ഞാലും ഒരു കാര്യമില്ല. വെള്ളത്തിൽ വരച്ച വരവരേ ഉള്ളൂ. എന്നാൽ മുഖ്യസ്ഥാനം യേശുവിന് കൊടുക്കാമെങ്കിൽ അതിൻ്റെ പിന്നാലെ സകലതും ദൈവം ചെയ്യും. ഇത് യേശുവിനെ പഠിപ്പിച്ചത് ആരാ? അപ്പനും അമ്മയാണ്. വളരെ കഷ്ടപ്പെട്ട് നടന്ന് അവരെവിടെ പോവുകയാണ്? മലയുടെ മുകളിലേക്ക് പോവുക. ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ട് മലയുടെ മുകളിലേക്ക് പോകുക. അപ്പോൾ മലയുടെ മുകളിൽ പോയിട്ട് യെരുശലേമിൽ പോവുക. യെരുശലേമിൽ പോയിട്ട് ഇവർ ആരാധന കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നോക്കിക്കേ, യേശു ഇവരെ ഓർത്തു. യേശുവിനെ ഒരു ദിവസം കണ്ടിട്ടും ഇവർ തിരക്കിയില്ല. ഇവിടെ എപ്പോഴാണ് തിരക്കിയെന്ന് നോക്കിയേ. അവൻ 43, അവന് 12 വയസ്സായപ്പോൾ പതിവ് പോലെ പെരുന്നാളിന് പോയി. 43-ാം വാക്യം. പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ബാലനായ യേശു യെരുശലേമിൽ താമസിച്ചു. അമ്മയപ്പന്മാരോ എന്ത് ചെയ്തില്ല? അറിഞ്ഞില്ല. അടുത്ത വാക്യം നോക്കിയേ. സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമെന്ന് അവർ ഊഹിച്ചിട്ട് ഒരു ദിവസത്തെ വഴി പോന്നു. ശ്രദ്ധിക്കണേ. അപ്പോൾ ഈ ഒരു ദിവസം പോയിട്ടും ആരെ തിരക്കിയില്ല? യേശുവിനെ തിരക്കിയില്ല. ആരുടെ കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന് ഓർത്തു? സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന് ഓർത്തു.
എൻ്റെ പൊന്ന് പ്രിയമുള്ളത്, എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു പോയി ഈ ഭാഗം. ഒരു ദിവസം വേണ്ട, ഒരു 2 മിനിറ്റ് കൊച്ചിനെ കണ്ടില്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം ഇടയ്ക്ക് ആരാധനയ്ക്ക് ഇടയ്ക്കിരിക്കുമ്പോൾ നമ്മൾ 10 വട്ടം കണ്ണ് തുറന്ന് നോക്കും, കൊച്ചവിടെങ്ങാനും എന്തുണ്ടോ ഇരിപ്പുണ്ടോ എന്ന് നോക്ക്. നമുക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ പിള്ളേരെങ്ങാനും 5 മിനിറ്റ് താമസിച്ചാൽ പിന്നെ നമ്മുടെ ഇവൻ ബൈക്കേ വരിക, അതിനിടയ്ക്ക് 50 വട്ടം മൊബൈൽ വിളിച്ചാൽ പോലീസ് വിളിക്കും. അതൊന്നും നമുക്ക് അറിയണ്ട, എന്നാലും കുണുകുണാന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, വിളിച്ചുകൊണ്ടിരിക്കും. അവൻ യാത്രയില്ല, അവനൊന്ന് വരട്ടെ സമ്മതിക്കത്തില്ല, കുണുകുണുകുണാന്ന് വിളിച്ചുകൊണ്ടിരിക്കും. ഇതിനിടയ്ക്ക് പോലീസ് പിടിക്കും, എന്തെല്ലാം പ്രശ്നം. അതൊന്നുമില്ല, അവൻ വിളിയ, കാരണം അമ്മയ്ക്ക് എന്തോ കയറി, ടെൻഷൻ കയറി അല്ലേ. പിള്ളേരെ കണ്ടില്ല, നമ്മളൊക്കെ അമ്മയുടെ വയറ്റിൽ നിന്ന് എന്ത് കയറുമെന്നറിയാമോ? ഇവിടുന്ന് ഒരു സാധനം എങ്ങോട്ട് കയറും, മേപ്പോട്ട് കയറും. ആദ്യം കയറത്തില്ലേ, കയറും. ഈ ആദ്യം എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ നമ്മുടെ അമ്മയ്ക്ക് ഇതേ ആദ്യമായിരുന്നു. 5 മിനിറ്റ് നമ്മളെ കണ്ടില്ലേ, അമ്മയ്ക്കും എന്ത് കയറുമായിരുന്നു, ആദ്യം കയറുമായിരുന്നു. പക്ഷേ യേശുവിൻ്റെ അമ്മയ്ക്ക് എന്തോ ഇല്ലായിരുന്നു, ആദ്യം ഇല്ലായിരുന്നു. അതുകൊണ്ട് യേശുവിന് എന്തോ ഇല്ലായിരുന്നു, ആദ്യം ഇല്ലായിരുന്നു. യേശുവിന് ആദ്യം എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു, ഇല്ല. നാളെക്കുറിച്ച് എന്ത് ചെയ്യരുത്, വിചാരപ്പെടരുത്. വയലിലെ ഈ അമ്മയാണ് ഈ കൊച്ചിനെ ആദ്യം പഠിപ്പിക്കുന്നത്. അവനെങ്ങാണ് സമാധാനം, ഡാ ഇരുന്നോടാ, അടുത്ത ആഴ്ച പരീക്ഷ അല്ലടാ എന്ന് പറഞ്ഞ് അവനെ അങ്ങോട്ട് പേടിപ്പിക്കും. അപ്പം അവൻ എന്തോ കയറി, ആദ്യം കയറി അല്ലേ. അപ്പോൾ ഈ ആദ്യം എല്ലാം ഈ കൊച്ചുങ്ങൾക്ക് ഉണ്ടാക്കുന്ന ആരാണ്? നമ്മളൊന്ന് മര്യാദയ്ക്കിരുന്ന ഈ പിള്ളേർ സമാധാനത്തോടെ ജീവിച്ചോളൂ. പക്ഷേ നമുക്കോ സമാധാനമില്ല, ആർക്കും എന്തോ കൊടുക്കത്തുമില്ല, സമാധാനം കൊടുക്കത്തുമില്ല അല്ലേ. പിന്നെ എൻ്റെ പാസ്റ്ററേ, ഈ ഇവർക്ക് ഒരു ചിന്തയേ ഇല്ല, ഒരു ടെൻഷനും ഇല്ല. എനിക്കറിയാൻ വയ്യ, ഈ മനുഷ്യന് ഒരു ടെൻഷനും ഇല്ല. എനിക്കാണ് ടെൻഷൻ അടിച്ചിട്ട് ഇരിക്കാൻ വയ്യ അല്ലേ. അങ്ങേർക്കാണെങ്കിൽ ഒരു ടെൻഷനും ഇല്ല. അങ്ങേർക്ക് ടെൻഷൻ ഇല്ലെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ടെൻഷൻ അല്ലേ. അപ്പം പ്രിയമുള്ള സത്യമാണ്, നമ്മുടെ ഏറ്റവും വലിയ ടെൻഷൻ, എൻ്റെ പാസ്റ്ററേ ഈ പുള്ളിക്കാരന് ഒരു ചിന്തയെ ഇല്ല, ഇതെങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത് എനിക്കറിയാൻ വയ്യ. നമുക്കാണെങ്കിൽ ഊണില്ല, ഉറക്കമില്ല, ഒന്നുമില്ല. എൻ്റെ പൊന്നു മോളെ, നീ ചുമ്മാ ഇരുന്നാൽ മതി. കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്, നാളെക്കുറിച്ച് നീ എന്ത് ചെയ്യേ വേണ്ട, വിചാരപ്പെടുകയോ വേണ്ട. വേണോ? വേണ്ട. അപ്പോൾ യേശുവിൻ്റെ അമ്മയ്ക്ക് എന്തോ ഇല്ലായിരുന്നു, ടെൻഷനേ ഇല്ലായിരുന്നു. ഒന്ന് സ്വതന്ത്രം ചെയ്തായിട്ട് ടെൻഷൻ ഫ്രീ ആയിരുന്നു. അതുകൊണ്ട് യേശു കുഞ്ഞിന് എന്തോ ഇല്ലായിരുന്നു, ടെൻഷനേ ഇല്ലായിരുന്നു. സത്യത്തിൽ ഈ പിള്ളേർക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന ആരാ? ഇവരെ ടെൻഷൻ പഠിപ്പിക്കുന്ന ആരാ? നമ്മളാണ്. സത്യമാണ്. നമ്മുടെ ടെൻഷൻ മുഴുവൻ നമ്മൾ എങ്ങോട്ട് ഇട്ട് കൊടുക്കുക, അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അല്ലേ. പരീക്ഷയാകുമ്പോൾ പിള്ളേർക്കാണോ ടെൻഷൻ, നമുക്കാണോ ടെൻഷൻ? നമുക്കാണ് ടെൻഷൻ. നമ്മുടെ ടെൻഷൻ ഓർത്താണ് തോറ്റ പിള്ളേർ പലരും ആത്മഹത്യ ചെയ്യുന്നത്, വീട്ടിൽ വരാത്തത്. കാരണം തോറ്റ ജീവിതത്തെ ഫേസ് ചെയ്യാനല്ല അവർക്ക് പേടി, തോറ്റിട്ട് വരുമ്പോൾ ആരെ കാണാൻ വയ്യ, അമ്മയെ കാണാൻ വയ്യ. ജീവിതത്തിൽ പലപ്പോഴും തോൽവികൾ പറ്റുമ്പോൾ ഫേസ് ചെയ്യാൻ വയ്യാത്തത് നാട്ടുകാരെ അല്ല പ്രിയമുള്ളവരെ, വീട്ടുകാരെ അല്ല, അമ്മമാരെ. എങ്ങനെ അമ്മയെ നോക്കും? പക്ഷേ പ്രിയമുള്ളവരെ, അചഞ്ചലമായി നിൽക്കുന്ന ചിലർ വേണം. എന്നാൽ മാത്രമേ തോൽവിയുടെ ലോകം, ഇതൊക്കെയാണോ ജീവിതം? അല്ല, ഇതിനപ്പുറത്തൊരു ജീവിതം ഇല്ലേ? നമ്മുടെ കൈ കിട്ടുന്ന മാർക്കോ റാങ്കോ ആണോ നാളെ എന്താവുമെന്ന്? SLCക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയ, റാങ്ക് കിട്ടിയ മുഴുവൻ പേരുടെ ചരിത്രം നോക്കിക്കോ. അവരെല്ലാം കൂടി എന്നാൽ അധ്യാപകരായി, എഞ്ചിനീയറായി, അത്രയൊക്കെ ഉള്ളൂ. എന്നാൽ അവിടെ SLC തോറ്റ അവിടെ നടന്നവൻ ഇപ്പം കോടീശ്വരം ബിസിനസ് നടത്തുക. അവൻ ആര്? റിയൽ എസ്റ്റേറ്റ് നടത്തി. അപ്പം ആരാ എടുക്കാൻ? സത്യം പറഞ്ഞാൽ റാങ്കുകാരൻ മുഴുവൻ കൂടി എന്നാൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായി അവിടെ ഇരിപ്പുണ്ട്. മറ്റോമാരോ അവനെ വിലയ്ക്ക് അവൻ SLC തോറ്റിട്ട് കാശുണ്ടാക്കി ഹോസ്പിറ്റൽ പണിതു, അവിടെ റാങ്ക് മേടിച്ചവൻ ആരായി? ഡോക്ടറായി. മറ്റവൻ MD ആയി. ഇത്രേ ഉള്ളതേ. സത്യമല്ലേ അല്ലേ? അപ്പോൾ SLCക്ക് തോറ്റവൻ ഇവൻ SLCക്ക് പഠിച്ച് IPS കാരനായി. SLCക്ക് തോറ്റ കല്ലെറിഞ്ഞവൻ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് മന്ത്രിയായി. IPS കാരൻ ആർക്ക് സല്യൂട്ട് അടിക്കണം? മന്ത്രിക്ക് സല്യൂട്ട് അടിക്കണം. ഇവന് റാങ്ക്, അവന് മുട്ടപൂജ്യം, അവൻ തോറ്റു. ഇത്രയേ ഉള്ളൂ ലോകം. അപ്പം നമ്മൾ നാളെ എന്താകുമെന്ന് തീരുമാനിക്കുന്ന ആരല്ല, നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഈ പേപ്പറൊന്നും അല്ലെന്നേ, അതിനപ്പുറത്തൊരു ദൈവം ഉണ്ടെന്നേ. ആ ബോധ്യമല്ലേ നമ്മളാക്കുന്നത്. ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താണ്. ടെൻഷൻ വേണ്ടാന്നൊന്നും അല്ല, പഠിക്കരുതെന്നൊന്നും അല്ല, ഇതൊന്നും അല്ല നമ്മളെ നിശ്ചയിക്കാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്കായി ഒരു ശുഭഭാവി കരുതുന്നുണ്ടെന്ന്, അത് നിങ്ങളുടെ നന്മയ്ക്കാണെന്ന്, അത് തിന്മയ്ക്കല്ലെന്ന് കരുതി ഒരു ഭാവി ഒരുക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ള ബോധ്യമാണ് നമുക്ക് പ്രിയമുള്ളവരെ ആ ധൈര്യം തരുന്നു അല്ലേ. നമുക്ക് ഭയങ്കര ഭയമാണ്. ഭയം എന്നുള്ളൊരു വാക്ക് അത് എന്തുകൊണ്ടുണ്ടാകുന്ന? ഭയത്തിൻ്റെ ഇപ്പുറത്ത് ആന്നൊരു വാക്കിട്ടേ, അഭയം. എന്നെടുത്ത് കളഞ്ഞേ ഭയം. അപ്പം ഇല്ലാത്തതുകൊണ്ടാണ് എന്തോ ഉണ്ടാകുന്നത്? ഭയം ഉണ്ടാകുന്നത്. അഭയം ഇല്ലാത്തതുകൊണ്ട് എടുത്തിട്ട് ഭയം മാറും. ഭയം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഒരു അഭയബോധം ഇല്ലാത്തതുകൊണ്ടാണ്. യഹോവ എൻ്റെ സങ്കേതവും ബലവും, കഷ്ടങ്ങളിൽ ഏറ്റുമെടുത്ത തുണയും. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാൽ, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും, അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം എന്ത് ചെയ്യുകയില്ല?
ഭയപ്പെടുകയില്ല. കാരണം ആരാണ്? യഹോവ അതിൻ്റെ മധ്യയുണ്ട്, ദൈവം അതിൻ്റെ മധ്യയുണ്ട്. ആ ബോധ്യമുള്ളവന് അവന് ഭയങ്കര ധൈര്യമായിരിക്കും, അവന് ഭയങ്കര പ്രത്യാശയായിരിക്കും, അവന് ഭയങ്കര ഉറപ്പായിരിക്കും. ഇന്ന് രാത്രി ഭയങ്ങൾ മാറിപ്പോകുവാൻ ദൈവം ഇടയാക്കട്ടെ. അതൊരു സ്പിരിറ്റാണ്, അതൊരു ദുരാത്മാവാണ്. അമിതമായ ആശങ്കയിടുന്ന ആദിയിടുന്നത് ഒരു ദുരാത്മാവാണ്. ആ ദുരാത്മാവിനോട് യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പോകാനുള്ള അധികാരം ഭയത്തിൽ നിന്ന് സ്വാതന്ത്ര്യം തരുന്നത്. ഭയം ഒരിക്കലും ദൈവത്തിൽ നിന്ന് വരുന്നതല്ല, അല്ലേ? തുറന്ന സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. അപ്പം നോക്കുക, യേശുവിൻ്റെ അപ്പനും അമ്മയ്ക്ക് എന്തില്ലായിരുന്നു? ഭയമില്ലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കൂളായിട്ട് കിടക്കുക. ഒരിക്കൽ ഞാനൊരു വീട്ടിൽ ഇരിക്കുകയാണ്. ആ പെൺകുട്ടിയുടെ അപ്പം മരിച്ചുപോയി. അയ്യോ, അവ കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടി, അവിടെ അച്ചായൻ മരിച്ചു. ഞാൻ നോക്കുമ്പോൾ ഈ കൊച്ചു ശവം അങ്ങോട്ട് എടുത്തു, പിടുക്കോ ഒന്ന് താഴെ വീണു, മയങ്ങിപ്പോയി. എന്നിട്ട് ഇവിടെ കയ്യും കാലും എല്ലാം കൂടെ കോച്ചി വലിച്ചിങ്ങനെ. അപ്പം ഞാൻ ഓടി വന്നിട്ട് പറഞ്ഞു, സമുദായക്കാരാ, മക്കളെ എല്ലാവരും ഒന്ന് മാറിയുന്നേ, ഇച്ചിരി വെട്ടം വിളിച്ചൊക്കെ ആ പെണ്ണ് കിട്ടിയിട്ട്. എന്നിട്ട് ആരെങ്കിലും അമ്മ എന്നിട്ട് വരുന്ന എൻ്റെ കൈയൊക്കെ ഒന്ന് തിരുമ്മി കൊടുത്തേ. അപ്പോൾ എല്ലാവരും കൂടെ കയ്യും കാലും ഒക്കെ തിരുമ്മുകയാണ്. കൊച്ചു മയങ്ങി ചായ പോയേന്ന് പറയുകയാണ്. ഇതിനിടയ്ക്ക് ആരാണ്ട് ചോദിച്ചു, ഇനി നിന്റെ കൊച്ച് ഇവിടെ കൊച്ച എന്ത് ചെയ്യാൻ ചോദിക്കേ? അവൾ എൻ്റെ കൊച്ചേന്നും പറഞ്ഞുകൊണ്ട് ചാടി എഴുന്നേക്ക് ഒരു ഓട്ടോ. അപ്പോൾ ഇത്ര നേരം ഇവള് കാണിച്ച് എന്താണെന്ന് എനിക്കറിയത്തില്ല. അവിടെ മയക്കവും പോയി, അവിടെ ഭീതിയും പോയി, അവിടെ കോച്ചിപ്പിടുത്തവും പോയി, എല്ലാം പോയി. ആരാണ്ട് ചോദിച്ചോളൂ ഇവിടെ കൊച്ചെന്ത് ചെയ്യും? ഒറ്റ ഓട്ടം. അപ്പോൾ ഇതല്ല നമ്മുടെ ടെൻഷൻ. പക്ഷേ യേശുവിൻ്റെ അപ്പനും അമ്മയും ഒരു ദിവസം കഴിഞ്ഞിട്ടും ആരെ തിരക്കിയില്ല, കൊച്ചിനെ തിരക്കി. എന്തോരു അമ്മയാണ്, ക്രൂരെന്നൊക്കെ പറയും. ക്രൂരയൊന്നുമല്ല, ആ പിള്ളേരങ്ങ് വളർന്നോളും. ആരുണ്ട്? ദൈവമുണ്ട്. സത്യമല്ലേ? നമ്മൾ നോക്കുന്നുകൊണ്ടാണോ ഈ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്നത്, അതോ ദൈവമാണോ? ദൈവമാണ്, അല്ലേ? നമ്മൾ നോക്കിയാൽ സൂക്ഷിക്കാൻ ഒക്കുമോ? ഇല്ല. ഒരിക്കൽ ഞാൻ പലപ്പോഴും ആഗ്രഹിച്ച്, ഞങ്ങളുടെ വീട്ടിലായിരുന്നു ആദ്യം ആരാധന, ഇപ്പം ചർച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം വീട്ടിൽ ആരാധന നടക്കുന്ന സമയത്ത് അന്ന് പള്ളിയുടെ തൊട്ട് കീഴുകയാണ്, റാന്നി വലിയ പള്ളി, കനാന പള്ളിയുടെ കീഴിലാണ്. അപ്പോൾ ഞങ്ങളും കനാന പശ്ചാത്തലത്തിൽ വിശ്വാസി വന്നതാണ്. അതുകൊണ്ട് ഭയങ്കര എന്താ പറയുന്നത്, വൈരാഗ്യത്തോടെ കാണുന്ന ഒരു കണ്ണുകളുണ്ടായിരുന്നു. അപ്പോൾ ചുറ്റുപാട് മുഴുവന്. അപ്പോൾ ഈ സമുദായത്തിൽ നിന്ന് ചെല്ലൊക്കെ യോഗത്തിന് വരും. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നറിയാമോ, അവിടെ ഞങ്ങളുടെ അപ്പുറത്തെ വീടിന് ഒരു 3-4 വീടിന് അപ്പുറത്തെ ഒരു അച്ചായനുണ്ട്. ഈ ഉർവശി ശാപം ഉപകാരമായെന്നൊക്കെ പറയുന്ന അപ്പോഴാണ്. ഇങ്ങനെയൊന്നും രാവിലെ അവിടെ വന്ന് നിൽക്കും. എന്തിനാണെന്നറിയാമോ? ആരെങ്കിലും പള്ളിക്കാർ ഇങ്ങോട്ട് കയറുന്നുണ്ടെന്ന് അറിയാൻ. എന്നിട്ട് അങ്ങേര് പോയി അച്ഛന് റിപ്പോർട്ട് കൊടുക്കുക. അന്ന് ഉച്ച കഴിഞ്ഞ് അച്ഛനെയും കൂട്ടി ആ വീട്ടിൽ പോയി. ഈയുടെ ജോലിയാണ് ആ ജോലി. രാവിലെ വന്ന് അവിടെ നിൽക്കുക. എന്നിട്ട് അവിടെ വന്ന് നിൽക്കും. പള്ളി ഇപ്പോൾ അച്ഛനോട് പറയും, വൈകിട്ട് അച്ഛനെയും കൊണ്ടുപോകും. ഒരു ദിവസം ഇയാൾ പള്ളി കഴിഞ്ഞിട്ട് ഇയാൾ രാവിലെ അവിടെ നിന്നു. അപ്പോൾ ഒരു അമ്മയും മോനും എല്ലാം കൂടെ കയറിപ്പോന്ന് കണ്ടു. ഇയാൾ കഴിഞ്ഞിട്ട് പള്ളി പോയിട്ട് തിരിച്ച് അയാൾ പള്ളി കഴിഞ്ഞ് റോഡെ സൈക്കിളെ ഓട്ടി ഇങ്ങനെ ടൗണിലോട്ട് പോകുമ്പോൾ ഒരു നാടോടി കൊച്ചുങ്ങൾ ഒരു കൊച്ചിനെയും കൊണ്ട് പോകുന്നു. അപ്പോൾ ഇയാൾക്കൊരു ചിന്ത, ഈ കൊച്ചിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോഴാണ് ഇയാൾ ചിന്തിച്ചത്, രാവിലെ അവിടെ വന്ന് അയാളുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോയതാ. അപ്പോൾ ഈ അമ്മയും കൊച്ചും കൂടെ കയറി, അയ്യോ ഇത് ആ ചർച്ചിലോട്ട് കയറി പോയ കൊച്ചാണ്. പുള്ളിക്കൊരു സംശയം. പുള്ളി നാട്ടുകാരെല്ലാം വിളിച്ച് കൂട്ടി അവിടെ പിടിച്ച് നിർത്തി, ഈ ഇവരെ വിടരുത്, ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞുകൊണ്ട് സൈക്കിളെ ഓട്ടി ആരാനൊക്കെ ഇവിടുന്ന് കൊച്ചുങ്ങളെ എല്ലാം കാണാതെ പോയിട്ടുണ്ടോ. അപ്പോഴാണ് ആരാൻ നടക്കുന്നിടയ്ക്ക് ഒരു കൊഞ്ഞാറ്, എൻ്റെ കൊച്ചിനെ കാണുന്നത് പറഞ്ഞിട്ട് ഒരു അമ്മ ഓട്ടി അവിടെ ചെന്നപ്പം താണ്ടേ ഇത് ആ കൊച്ച. ആര് കൊണ്ടുപോകാം? നാടി ഓടിക്കൊണ്ടു. നോക്കണേ, അവിടെ പള്ളിയിൽ നിന്ന് കാവലാക്കിയോ തന്നെ കണ്ടുപിടിച്ചു. ആരെയും കൊണ്ട് പോയി? കൊച്ചിനെ കൊണ്ടുപോയ. ഇതൊക്കെയാ ദൈവത്തിൻ്റെ പദ്ധതി, അല്ലേ? അങ്ങേരെയും കൊണ്ട് തന്നെ ദൈവം ആരെ കൊണ്ടിരിച്ചു? കൊച്ചിനെ കൊണ്ടിരിച്ചു. മറ്റൊരിടത്ത് ഒരു യോഗം നടക്കുമ്പോൾ 3 ദിവസം ഉപവാസ പ്രാർത്ഥന. ഒരു മദ്യപാൻ്റെ വീട്ടിൽ എന്തോ ചെയ്യാൻ ഈ കൊച്ചിനെ വേറൊരു കൊച്ചം അന്ന് വർഷങ്ങൾക്ക് മുമ്പാണിത്, ഒരു എനിക്ക് തോന്നുന്നു 17, 10, 20, 30 ഒരു 24 വർഷം മുമ്പ്. അപ്പോൾ അന്ന് ഈ രാത്രിയായി ഈ കൊച്ചിനെ അവരുടെ വീട്ടിൽ ഒരു കൊച്ചേ ഉള്ളൂ. അവിടെ വന്ന ഒരു തമിഴിന് ഈ കൊച്ചനെ വശത്താക്കി ഇവനെയും അടിച്ചുകൊണ്ട് പോയി. എന്തിനാണെന്നറിയാം? അത് കിഡ്നി റാക്കറ്റായിരുന്നു. കിഡ്നി അന്നൊരു വിഷയമല്ലേ, ബോംബെയിലെ കൊണ്ടുപോയി കിഡ്നി എടുക്കുന്ന ഗ്രൂപ്പിലായിരുന്നു. അപ്പോൾ ഇവള് അങ്ങനത്തെ എന്തോ വലിയൊരു മാഫിയ ബന്ധമുള്ള ഒരുത്തൻ ഈ കുഞ്ഞിനെയും കൊണ്ടുപോയി. ഇവരെയും കൊണ്ടുപോയി വണ്ടി കയറി റാന്നിന്ന് പത്തനംതിട്ട വന്ന് കൊട്ടാരക്കര വന്ന് അങ്ങനെ നെടുമങ്ങാടി എന്നിട്ട് അവിടെ താമസിച്ചു. അപ്പോഴത്തേന് രാത്രി ഇയാൾ കിടന്ന് അലക്കുകയാണ്. ഇയാൾ പോയി വെള്ളമാടി. ഇയാളെന്ന് പറയാം, 3 ദിവസം ഉപവസിച്ചു, എൻ്റെ കൊച്ചിനെ കൊണ്ടുപോയില്ലേ, 3 ദിവസം നിങ്ങൾ വന്ന് ഇവിടുന്ന് പ്രാർത്ഥിച്ചു, എനിക്കൊരു ഗുണം കിട്ടി, എൻ്റെ കൊച്ചിനെ കൊണ്ടുപോകാം, എൻ്റെ കൊച്ചു നമ്മളിവിടെ പോയി കൊച്ചിനെ കൊണ്ടുവരുന്നു. നമ്മൾ അന്തം വിട്ടുപോയി. പ്രാർത്ഥനയോട് പ്രാർത്ഥന കേൾക്കണോ? രാവിലെ ഈ കൊച്ചിനെ എഴുന്നേറ്റുകൊണ്ട് റെയിൽവേ സ്റ്റേഷനോട്ട് പോകുക. കന്യാകുമാരി ജയന്തിക്ക് കയറിപ്പോകാൻ വേണ്ടി ഈ മനുഷ്യൻ രാവിലെ അവിടെ രാത്രി പോയിട്ട് ഈ കൊച്ചിനെ കൊണ്ട് ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കുറേ പൂജയൊക്കെ ചെയ്ത് ഇവനെ ഭക്തമൊക്കെ ധരിപ്പിച്ചിട്ട്
അന്ന് രാത്രി വെളുപ്പിന് കന്യാകുമാരി ജയന്തിക്ക് ഇവനെ കൊണ്ടുപോകാൻ വേണ്ടി നെടുമങ്ങാട്ടുനിന്ന് പോകുമ്പോൾ നടന്ന സംഭവം കേൾക്കണോ? നെടുമങ്ങാട് പോലീസ്, അപ്പോൾ സഭയെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ കരുവേ കറക്റ്റ് സമയം വന്നപ്പോൾ ഈ കൊണ്ടുപോയ മനുഷ്യൻ തല ചുറ്റി വീണു. പാറാവുകാരൻ ഇറങ്ങി വന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ ഈ കൊച്ചൻ കരയാൻ തുടങ്ങി. പാറാവുകാരൻ ഇറങ്ങി വന്ന് ചോദിച്ചു, മോനെ എന്തോ പറ്റിയാടാ? അവൻ കരയാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ പോലീസുകാർക്കൊരു സംശയം. ഈ കൊച്ചനെ വിളിച്ചുകൊണ്ട് അകത്ത് പോയി ചോദ്യം ചെയ്തപ്പോൾ അവൻ പറഞ്ഞു, ഇങ്ങനെയെല്ലാം പറഞ്ഞു. അവർ പെട്ടെന്ന് റാന്നി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ അവിടെ പരാതി കിട്ടിയിട്ടുണ്ട്, പെട്ടെന്ന് വരാൻ പറഞ്ഞു. ഞങ്ങൾ ചെന്നപ്പോഴത്തേന് ഇവനെ പിടിച്ചിട്ടു. ഇവൻ കിഡ്നി റാക്കറ്റിൻ്റെ ആളായിരുന്നു. പ്രിയമുള്ളവരെ, കറക്റ്റ് പോലീസ് സ്റ്റേഷൻ്റെ പടിക്ക് കൊണ്ടുവന്നപ്പോൾ ഇവനെ തല ചുറ്റി താഴെ ഇടിപ്പിച്ചത് ആരാ? എൻ്റെ ദൈവമല്ലേ, എൻ്റെ ദൈവമല്ലേ. പിന്നെ എന്തിനാ നമ്മൾ ഈ പേടിക്കുന്നത്? നമുക്കൊരു ബോധ്യം ഉണ്ടാകണം. ഞാൻ അവൻ ഉള്ളം കയ്യിലിരിക്കുകയാണ്, എൻ്റെ കുഞ്ഞുങ്ങൾ അവൻ്റെ കയ്യിലിരിക്കുകയാണ്. ആരുമില്ല എനിക്ക് ദോഷം ചെയ്യുക. ഞാൻ അവനുള്ള കയ്യിലിരിക്കയാ, ആരുമില്ല എനിക്കു. ഓ ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം, ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം സംഹിതമാണെന്നു ഞാനറിയുന്നു. ഓ സംഹിതമാണെന്നു ഞാനറിയുന്നു. ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമാ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഓ ഞാൻ അവനുള്ള കൈ ആരുമില്ലേ ദോഷം ചെയ്യുവാൻ, ഞാൻ അവനുള്ള കയ്യിലിരിക്കയാ. ആരുമില്ലേ നീക്കു ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം, ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം സംഹിതമാണെന്നു ഞാനറിയുന്നു. സംഹിതമാണെന്നു ഞാനറിയുന്നു. ദൈവമേ എന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഞാൻ അവൻ്റെ ഉള്ളം കയ്യിലാണെന്നുള്ള ബോധ്യമാണ് പ്രിയമുള്ളവരെ നമുക്ക് ധൈര്യം തരുന്നത്. ആ ബോധ്യം കുറയുമ്പോഴാണ് ഈ പേടിയെല്ലാം ഉണ്ടാകുന്നത്. സത്യമല്ലേ? ഇപ്പോൾ യേശുവിൻ്റെ അപ്പനും അമ്മയ്ക്ക് എന്തോ ഇല്ലായിരുന്നു? പേടിയേ ഇല്ലായിരുന്നു. അതുകൊണ്ട് യേശുവിനും എന്തോ ഇല്ലായിരുന്നു? പേടിയില്ലായിരുന്നു. എന്തൊരു ധീരനായിരുന്നു എൻ്റെ യേശു. ഭാവിയോർത്ത് ഇതുപോലെ ആശങ്കപ്പെടാത്ത, മരണത്തെ മുമ്പിൽ കാണുമ്പോഴും അചഞ്ചലമായി നിന്ന ഒരു മനുഷ്യൻ. കാരണം യേശുവിന് എന്തോ ഇല്ലായിരുന്നു? പേടി. മരണത്തെ യേശു പേടിച്ചോ? ഇല്ല. മറിയത്തിന് മരണത്തെ പേടിയുണ്ടായിരുന്നോ? ഇല്ല പ്രിയമുള്ളവർ. കാരണം കല്ലെറിഞ്ഞ്, അവക്കറിയാം ഗർഭിണിയായ എന്തോ കൊല്ലും, കല്ലെറിഞ്ഞ് കൊല്ലും. കല്ലെറിഞ്ഞ് കൊല്ലുമെന്ന് അറിഞ്ഞിട്ടാണ് ഇതാ ഞാൻ നിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം. അത് തന്നെയല്ലേ യേശുവും പറയുന്നത്. മരണത്തെ യേശുവിന് എന്തില്ലായിരുന്നു? പേടിയില്ല. നമുക്ക് പലർക്കും പേടിയാണ്. എന്തിനെ? മരണത്തെ. എല്ലാവർക്കും പേടി അല്ലേ? മരണത്തെയും മരണഭീതിയും ഒക്കെ ഭയങ്കരമല്ലേ? ഞാൻ കൊണ്ടുനടന്ന ഒരു ഒരുത്തനുണ്ടായിരുന്നു. അദ്ദേഹം ഗൾഫിലായിരുന്നു. പിന്നെ കഞ്ചാവായിരുന്നു. 1.5 വർഷം എൻ്റെ കൂടെ താമസിച്ചു. പിന്നെ പിന്മാറിപ്പോയി. അങ്ങനെ ഇപ്പോൾ റാന്നിയുടെ അടുത്തൊരു വലിയ പള്ളി, അവിടെ കല്ലറയിലാണ് താമസിക്കുന്നത്. വൈറ്റൊക്കെ അവിടെ പോയി കിടക്കും. ഒരു ദിവസം വെളുപ്പിനെ ഒരു മനുഷ്യൻ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ പ്രായമുള്ളൊരു അച്ചായൻ അതുവഴി ഇറങ്ങിപ്പോയപ്പോൾ നേരം പരപരാന്ന് വെളുത്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ അച്ചായൻ ഇങ്ങനെ ഇറങ്ങിപ്പോയപ്പം ചോദിച്ചു, എന്നാ ഇവിടെ ഇരിക്കുന്നു ചോദിച്ചു. അപ്പോൾ ഇവൻ നല്ല കഞ്ചാവല്ലേ. ഇവൻ പറഞ്ഞു, ഓ എന്താ പറയാനാ എൻ്റെ അച്ചായ, അകത്ത് ഭയങ്കര ചൂടാ, അതുകൊണ്ട് ഞാനൊന്ന് പുറത്തിറങ്ങിയിരുന്നാന്ന് പറഞ്ഞു. എൻ്റെ പൊന്നെ, ഈ അച്ചാൻ അപ്പം താഴെ വീണതാണ്. പിന്നെ അധികം നാൾ ജീവിച്ചില്ല. കാരണം അകത്ത് എന്തുവാ
മനസ്സിലായില്ല. കല്ലറയ്ക്കകത്ത് ചൂടായതുകൊണ്ട് ഞാൻ ഇറങ്ങിക്കൊണ്ടിരുന്ന അപ്പോഴേ മറ്റേ പുള്ളിയുടെ കാറ്റ് പോയി. അന്നേരം ഐസു കയറി. പിന്നെ കുറേ നാളൊക്കെ വലിച്ച് പിടിച്ചിരുന്ന് ചത്തും പോയി. പേടി കിട്ടിപ്പോയതാണ്. കാരണം അവനകത്ത് എന്തായിരുന്നു? ചൂടായിരുന്നു. അപ്പം നമുക്ക് ഭയങ്കര പേടിയാണ് മരണത്തെ. പക്ഷേ യേശുവിന് മരണത്തെ പേടിയുണ്ടായിരുന്നു? ഇല്ല. കാരണം യേശുവിൻ്റെ അമ്മയ്ക്ക് എന്തോ ഇല്ലായിരുന്നു. ഏറ്റവും കൂടുതൽ പേടി നമ്മുടെ പിള്ളേർക്ക് കൊടുക്കുന്ന അപ്പനാണോ അമ്മയാണോ? ആരാ? അമ്മയാണ്. കാരണം നമുക്ക് എല്ലാത്തിനും എന്താണ്? പേടിയാണ്, അല്ലേ? അപ്പോൾ നോക്കണം, യേശുവിൻ്റെ അമ്മ ആരുടെ കൂടെ കാണുമെന്ന് ഓർത്തി കൊച്ചൻ? സഹയാത്രക്കാർ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്. സഹയാത്രക്കാരുടെ കൂടെ കാണുമെന്ന് ഈ യേശുവിനെ തപ്പിയത് എപ്പോഴാണ്? ഒരു ദിവസത്തെ വഴി പോന്നപ്പോൾ. ഈ ഒരു ദിവസത്തെ വഴി പോന്നപ്പോഴാണ് തപ്പുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ ചിലപ്പം വൈകിട്ടത്തെ ഭക്ഷണം കഴിക്കാൻ നേരത്താണ് ഈ യേശുവിൻ്റെ അമ്മ ആരെ തപ്പുന്നത്? കൊച്ചിനെ തപ്പുന്നത്, അല്ലേ? അപ്പോൾ ഉച്ചയ്ക്കൊക്കെ കഴിക്കണ്ടേ? കഴിക്കണം. ഉച്ചയ്ക്ക് കഴിച്ചപ്പോൾ ഈ കൊച്ചിനെ കുറിച്ച് ചിന്തിച്ചോ? ഇല്ല. ഇപ്പോൾ ഈ കൊച്ച് ആരുടെ കാണുമെന്നോ കൂട്ടത്തിൽ കാണുമെന്നോ ഓർത്തത്? സഹയാത്രക്കാർ എന്ന് പറഞ്ഞാൽ അപ്പം കൊച്ചെങ്ങനെ കഴിച്ച് കാണും? അവർക്കറിയാം ആ കൊച്ച് അവിടെങ്കിലുമൊക്കെ അവരുടെ എല്ലാം കൂടെ എന്ത് ചെയ്യുമായിരുന്നു? ഭയങ്കര സംസ്കാരമാണ് കാണിക്കുന്നത്. കഴിച്ച് കാണും, അല്ലേ? കഴിച്ച് കാണും. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ കൈ പൊതിയൊക്കെ ഉണ്ട്. ആ പൊതി ഇച്ചിരി ആരും കഴിച്ച് കാണും? നമ്മുടെയൊക്കെ അമ്മമാർക്ക് ഭയങ്കര ഈഗോ ഉണ്ടാകുന്നൊരു സമയമുണ്ട്. എൻ്റെ എത്രയോ അമ്മമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പൊന്നു പാസ്റ്ററേ, ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ബിസ്ക്കറ്റ് ഇവിടെ ഇരിക്കുക, അവന് വേണോ? വേണ്ട എൻ്റെ പാസ്റ്ററേ. നാണം കെട്ട് പോയി. എപ്പോൾ ആ വീട്ടിൽ ചെന്നപ്പോൾ അവൻ പറയാ വിശക്കുന്നു. അവന് വീട്ടിൽ ഉരുട്ടി കയറ്റി കൊടുത്താലും അവന് വേണ്ട. വല്ല വീട്ടിലും ചെല്ലുമ്പോഴാണ് അവൻ എന്തോ ചെയ്യുന്നത്? വിശക്കുന്നത്. വല്ല വീട്ടിൽ നിന്ന് ഇച്ചിരി ചോറുണ്ട്, ആകാശം ഇടിഞ്ഞ് വീഴുവോ? വീഴത്തില്ല. പക്ഷെ നമ്മുടെ ഈഗോയെ അത് തട്ടും. നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് പിള്ളേരെ, വല്ല വീട്ടിൽ ചെന്നാൽ ഒന്നും എന്ത് ചെയ്യരുത്? കഴിക്കരുത്, അല്ലേ? എന്തിനാ പ്രിയമുള്ളവരെ? കഴിക്കട്ടെ, മനുഷ്യന് കേട്ട്. അപ്പോൾ യേശുവിൻ്റെ അമ്മയ്ക്ക് അറിയായിരിക്കും ഇവർ പങ്കുവെച്ച് കഴിച്ചോളും. അവരുടെയൊക്കെ കൈ പൊതിയുണ്ട്, അത് ആരും ഇച്ചിരി കഴിച്ചോളും. എല്ലാവരും കഴിച്ചു. അതൊരു സുഖമുള്ള പരിപാടിയല്ലേ, അല്ലേ? നമ്മളൊക്കെ കൊച്ചിലെ പൊതി കൊണ്ടുപോയിട്ടുണ്ട്, ഇലപ്പൊതി കൊണ്ടുപോയിട്ടുണ്ടോ? സ്കൂളിലൊക്കെ കൊണ്ടുപോകും. എന്ത് രസമുള്ള കാര്യമാണ്. പൊതി കഴിയുമ്പോൾ അമ്മ മുട്ട പൊരിച്ചും മീൻ വറുത്തും സമ്മന്തി അരച്ചും മെഴുക്കോട്ടിയും കൂടെ തന്നു വിടും, അല്ലേ? എന്തോ സുഖമാണ് ഇലപ്പൊതിന്. ഇതങ്ങോട്ട് അഴിച്ച് വെക്കുമ്പോഴത്തേന് അപ്പുറത്തോ വന്ന് കൈയിട്ട് മുട്ടയെടുത്ത് അങ്ങ് തിന്നത്തില്ലേ? അത് പക്ഷേ രസമാണ്. അത് ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. പൊതി അഴിച്ച് വെക്കുമ്പോഴേ നല്ലതെല്ലാം ഉണ്ടെന്നെങ്കിൽ മുട്ടയും മീനും ഒക്കെ എടുത്തിട്ട് തുപ്പി വെക്കുക. എന്തിനാണെന്നറിയാമോ? അവന്മാരെടുക്കാതിരിക്കും. നമ്മൾ അതിനും വലിയ പുള്ളികളാണ്. അവന്മാർ വന്നിട്ട് അത് തുടച്ച് കളഞ്ഞിട്ട് പോടാ അതിൻ്റെ പാട്ടിന് എന്നിട്ട് കഴിയും. പക്ഷേ ഭയങ്കര രസമാണ് ഇതൊക്കെ, അല്ലേ? ഇവൻ്റെ പൊതി അങ്ങോട്ടെടുത്തു, അവൻ്റെ അത് ഇങ്ങോട്ടെടുത്തു, ഇത് അങ്ങോട്ട് ഇച്ചിരി എടുത്ത് കൊടുത്തു. എന്തൊരു സ്നേഹമാണെന്നറിയാം, എന്തൊരു രസമാണ്. അതേസമയം നമ്മൾ പറഞ്ഞു വിടുന്നതിനുണ്ട്, മോനെ നീ ഇതെല്ലാം അമ്മ തരുക, ആർക്കും കൊടുക്കാതെ തന്നെ എന്ത് ചെയ്തോണം? തിന്നോണം. അപ്പോൾ അവൻ മൂലയ്ക്ക് പോയിരുന്നോ? അങ്ങനെയാണ് തൊണ്ടയ്ക്ക് മുള്ളു പോകുന്നത്, അല്ലേ? പക്ഷെ അതൊരു സുഖമില്ലാത്തതാണ് പിള്ളേരെ. ഈ പൊതി എല്ലാവരും കൂടെ എന്ത് ചെയ്യണം? എന്ത് രസമാണെന്ന് നോക്കി, എന്തൊരു നല്ല കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേരെല്ലാം തന്നെ എന്ത് ചെയ്യുന്നത്? കാരണം അമ്മ പറഞ്ഞു വിട്ടിട്ടുണ്ട്, ആർക്കും എന്ത് ചെയ്യരുത്? കൊടുക്കരുത്. ഞാൻ ഉണ്ടാക്കി തരുന്ന എന്ത് കഷ്ടപ്പെട്ടാണെന്നറിയാം, നീ തന്നെ എന്ത് ചെയ്തോണം? തന്നെ തിന്നരുത്. അപ്പോൾ അറിയാം ഈ കൊച്ചന് പങ്കുവെച്ചോളും. അവിടെ നിന്നൊക്കെ എന്ത് ചെയ്തോളും? കഴിച്ചോളും. രസമുള്ള കാര്യമല്ലേ ഇതൊക്കെ? സംസ്കാരം എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുക. എന്ത് രസമാണ് അതൊക്കെ. അതുതന്നെയാണ് ശരിക്കും സഭയെന്ന് പറയുന്നത്. കൊരിന്ത്യൻ സഭയൊക്കെ അതാണ്. അതുകൊണ്ടാണ് ഒരിക്കൽ പൗലോസ് ദേഷ്യപ്പെടുന്നത്, നിങ്ങൾക്ക് തിന്നാനും കുടിക്കാനും ഉണ്ടെങ്കിൽ എന്തില്ലയോ? വീടില്ലയോ? മര്യാദയ്ക്ക് എവിടെ പോയി കഴിച്ചോണം? വീട്ടിൽ പോയി കഴിച്ചോണം. അതെന്തിനാ അങ്ങനെ പറയുന്നത്? കത്രമേശയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അവർ യോഗം കഴിഞ്ഞ് വരുമ്പോൾ എന്തുണ്ടെന്നറിയാമോ? എല്ലാവരും കൊണ്ടുവരും. എല്ലാവരും ഇച്ചിരി ഭക്ഷണവും കപ്പ വേവിച്ചത് ഒരാൾ കൊണ്ടുവന്ന്, ഒരാൾ ബിരിയാണി കൊണ്ടുവരും, ഒരാൾ പുഴുക്ക് കൊണ്ടുവരും, ഒരാൾ കാച്ചിട്ട് കൊണ്ടുവരും. എന്നിട്ട് എല്ലാവരും കൂടി എന്ത് ചെയ്യും? കഴിക്കും. അപ്പോൾ ഈ സഭയ്ക്കകത്തൊരു പ്രശ്നം ഉണ്ടായി. കപ്പയും കാച്ചിലും കൊണ്ടിരുന്ന പാവപ്പെട്ടവരാണ്. അപ്പോൾ അവരെല്ലാം കൊണ്ടിരുന്ന കാച്ചിൽ തിന്നുമ്പോൾ ബിരിയാണി കൊണ്ടുവരുന്ന കുറേ അമ്മമാരുണ്ട്. അവർ വലിയ കൂടിയ ലയൺസ് ക്ലബ്ബുകാരാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നറിയാമോ? NREക്കാരാണ്. അവരെല്ലാം കൂടെ മാറിയിരുന്ന് ബിരിയാണി തിന്നു. ബിരിയാണിയും ഐസ്ക്രീമും പെപ്സിയും കുടിച്ചപ്പോൾ ഇപ്പം അപ്പുറത്തിരുന്നുകൊണ്ട് കപ്പയും മുളക് ചമ്മണ്ടിയും കൊണ്ട് കഴിച്ചു. പൗലോസിന് അങ്ങ് ദേഷ്യം വന്നു, മര്യാദയ്ക്ക് നിൻ്റെ ബിരിയാണിയും കൊണ്ട് എവിടെ പൊക്കോണം? വീട്ടിൽ പൊക്കോണം. കഴിക്കാനാണെങ്കിൽ ഇവിടെ ഇരുന്ന് എല്ലാവരും കൂടെ എന്ത് ചെയ്തോണം? കഴിച്ചോണം. അതാണ് ശരിക്കും അവിടുത്തെ ആശ. എന്ത് ദേഷ്യം! തിന്നാനും കുടിക്കാനും നിനക്ക് എന്തില്ലയോ? വീടില്ലയോ? പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? ഇവിടെ കൊണ്ടുവരുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഇതെല്ലാവരും കൂടെ ഒരുമനപ്പെട്ട് കഴിക്കാൻ തുടങ്ങുക. എന്തൊരു സന്തോഷം! സകലതും പൊതുവെ നിന്നിക്കൊണ്ട് ഒന്നിച്ച് പങ്കുവെക്കുന്ന ഒരു സമൂഹം. അതാണ് ക്രിസ്തുവിൻ്റെ ഭാവനയിലുള്ള ദൈവത്തിൻ്റെ സഭയെന്ന് പറയുന്നത്. അതാണ് സഭ. സഭയ്ക്ക് മറ്റൊരർത്ഥം കൊടുക്കണ്ട. പങ്കുവെക്കുന്ന ഒരു സഭ, ഒരുമനപ്പെട്ട് എല്ലാം അനുഭവിക്കുന്ന ഒരു സഭ. അപ്പോൾ ആ കൂട്ടമാണ് സഭ. യോസഫ് മറിയ ആ സംസ്കാരമുള്ളവരാ. അവരാർക്കറിയാം ഈ കൊച്ചൻ ആരുടെ കൂടെ ഒക്കെ എന്ത് ചെയ്തോളും?
കഴിച്ചോളൂന്നേ, പിള്ളേരങ്ങ് വളർന്നോളൂ. അതൊരു ബോധ്യമാണ്. സന്ധ്യ ഇപ്പം കണ്ടില്ല, കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർ ഓർത്തും ആരുടെ കൂടെ കാണും, സഹയാത്ര. അപ്പം ഈ കൊച്ചൻ ആരുടെ കൂടെ ഒക്കെ പോവും, സഹയാത്രക്കാരെ പോകും. ഇപ്പം നമ്മുടെ ഒരു കുഞ്ഞിനെ കണ്ടില്ലെങ്കിൽ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ തിരക്കത്തേ ഇല്ല. കാരണം നമുക്കറിയാം അങ്ങോട്ടൊന്നും എന്ത് ചെയ്തേ ഇല്ല. നേരെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയി തപ്പു ഇവൻ ട്രെയിൻ കയറിയിട്ടുണ്ടോയെന്ന് അറിയാൻ, അല്ലേ? കാരണം അറിയാം അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിൽ ഒരു കാരണവശാലും എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. കാരണം നമുക്കൊന്നും ആ വീടുമായിട്ട് എന്തോ ഇല്ല, ബന്ധമില്ല, നാട്ടിലില്ല. പിന്നെ തിരുവനന്തപുരത്തെ കാര്യം പറയണോ, അല്ലേ? നാട്ടിൻപുറത്ത് ഇപ്പം ഇല്ല ബന്ധം. പിന്നെ തിരുവനന്തപുരത്ത് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു കാസറ്റ് കേട്ടോണ്ട് വന്നു. ശരി, എനിക്കത് ഞാൻ നേരത്തെ അത് ചിന്തിച്ചിട്ടുള്ള കാര്യം. സത്യത്തിൽ മതിൽ കൊണ്ടുവന്നത് ക്രൈസ്തവരല്ലേ? മതിൽ വെട്ടി പട്ടിയെ വളർത്താൻ തുടങ്ങിയത് ഇവിടുത്തെ ഹൈന്ദവരാണോ ഇവിടുത്തെ ക്രിസ്ത്യാനികളാണോ? ജർമ്മൻ ഷെപ്പേഡിനെയും പിന്നെന്തോ 10 പട്ടിയുടെ പേര് പറ മക്കളെ, ഡോബർ മാനെയൊക്കെ കൊണ്ടുവന്നത് ഇവിടുത്തെ കൊച്ചേട്ടന്മാരാണോ അച്ചായന്മാരാണോ? കോട്ടയത്തും കാഞ്ഞിരിപ്പുള്ള അച്ചായന്മാരാണ് ഇവിടെ ജർമ്മൻ ഷെപ്പേഡിനെ കൊണ്ടുവന്നത്. കാരണം ആദ്യം ജർമ്മനിക്ക് പോയത് അവരാ, ജർമ്മനി പോയിട്ട് സത്യമല്ലേ. എന്നിട്ട് വീട്ടിൻ്റെ മുമ്പിൽ എഴുതി വെച്ചു പട്ടിയുണ്ട് സൂക്ഷിക്കണം. അതിവിടെ എഴുതി വെച്ച നായന്മാരാണോ ക്രിസ്ത്യാനികളാണോ? ക്രിസ്ത്യാനികളാണ്. അപ്പം നമ്മൾ ആരോടും പറഞ്ഞ് നമ്മുടെ വീട്ടിൽ ആരും എന്ത് ചെയ്യണ്ട, കയറണ്ടെന്ന് പഠിപ്പിച്ചത് ക്രൈസ്തവരാ പ്രിയമുള്ളത്. എന്നാൽ യേശുവിൻ്റെ അപ്പനും അമ്മയ്ക്കും നാട്ടുകാരുമായിട്ട് എന്തോ ഉണ്ടായിരുന്നു, നല്ല ബന്ധം ഉണ്ടായിരുന്നു. സഹയാത്രക്കാരുടെ കൂട്ടത്തിലൊക്കെയാണ് നല്ല ബന്ധങ്ങൾ വേണം. സത്യമായിട്ട് ഈ ഞങ്ങളുടെ നാടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഞാൻ പലപ്പോഴും കാണുന്നുണ്ട് ഒരു കാര്യമാണ്, നമ്മുടെ ആൾക്കാർക്ക് ഇതുപോലൊരു പേടി, ബന്ധനം. അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒന്നും കൊണ്ടുവന്നാൽ എന്ത് ചെയ്യത്തില്ല, കഴിക്കത്തില്ല. കാരണം അതിനകത്ത് എന്തോ കാണും, കൂടോത്രോ ബന്ധനമൊക്കെ കാണും. അങ്ങനെ നമ്മൾ ഈ സാധനം എല്ലാം കൂടെ ആർക്കിട്ട് കൊടുക്കുന്നറിയാം, പട്ടിക്കിട്ട് കൊടുക്കും. എൻ്റെ പൊന്നെ, ആർക്കും കൊടുത്താലും പട്ടിക്ക് കൊടുക്കരുത്. അവന് പോയേ ഇളകിയെങ്കിൽ നിന്നെ തന്നെ കടിക്കത്തില്ലേ? അപ്പം ഇതറിയാതാണ് ചത്ത. പക്ഷെ പട്ടിക്ക് പിശാച് കയറിയ ആദ്യം കടിക്കുന്ന ആരെയായിരിക്കും? അപ്പം കൊടുക്കുകയാണേലും ആർക്കും കൊടുക്കരുത്, നമ്മുടെ പട്ടിക്കും പൂച്ചയ്ക്കും കൊടുക്കരുത്. മനുഷ്യന് പിശാചിളകിയ ഇത്രയും കാണിക്കും, പട്ടിക്ക് പിശാചിളകിയ എന്തോ വായി. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ ഊരുറപ്പുള്ള ഏതെങ്കിലും പാസ്റ്റർ വരുമോ? അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഈ കൂടോത്രമൊന്നും ആർക്കും കൊടുക്കരുത്. പേടിയാണെങ്കിൽ കുഴിച്ചു പിടിക്കണം, എന്നാലും പട്ടിക്ക് കൊടുക്കരുത്, അതിന് പേളകും. അപ്പോൾ നമുക്ക് ആകെ പേടിയാണ്, അല്ലേ? ഇതൊന്ന് പറഞ്ഞു പേടിപ്പിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടുകാരുമായിട്ട് എന്തോ ഇല്ല. പക്ഷേ അവരെല്ലാവരും നമ്മുടെ വിശ്വാസം, അയ്യോ എൻ്റെ പൊന്നെ, ഇതൊക്കെ മനുഷ്യനുണ്ട്. ബന്ധങ്ങളുണ്ടാകണം, നാട്ടുകാരും വീട്ടുകാരുമായിട്ട് ബന്ധങ്ങൾ വേണം. അങ്ങനെയൊന്നും നമ്മളെ ബന്ധിക്കാൻ ആർക്കും ഒക്കത്തില്ല. കാരണം നമ്മളിലുള്ളവൻ അവനുള്ളതിനേക്കാളും വലുതാണ്. ഇതാ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, ഞാനും അവനുമായിട്ടൊരു കാര്യമില്ല, അവനും ഞാനുമായിട്ട് കാര്യമില്ലെങ്കിൽ പിന്നെ അവൻ എങ്ങനെ എന്നെ ബന്ധിക്കാൻ കഴിയും? ഇല്ല പ്രിയമുള്ളവരെ, അകാരണമായ ഭയത്തിൽ നിന്ന് നമ്മൾ പുറത്ത് വന്നിട്ട് മനുഷ്യനെ മനുഷ്യനായി കണ്ട് സ്നേഹിക്കാനായിട്ട് കഴിയണം. അത് ആർക്ക് കഴിയണം? നമുക്ക് കഴിയണ്ടേ? അത് ആർക്ക് കഴിയണം? നമുക്ക് കഴിയണം. കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. നമുക്ക് ബന്ധങ്ങൾ വേണ്ടേ? നമുക്ക് ബന്ധങ്ങൾ വേണം. പക്ഷേ ഇന്ന് വിശ്വാസ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ അപജയം, അവർക്ക് നാട്ടുകാരോട് എന്തോ ഇല്ല, ബന്ധങ്ങളില്ല. എല്ലാവരും പോരും ബന്ധനവും പോരാട്ടവുമാണ്. അതുകൊണ്ട് നമുക്ക് എന്തോ ഇല്ല, ബന്ധങ്ങൾ അറ്റുപോയി. വേണ്ട പ്രിയമുള്ളവരെ, ബന്ധങ്ങൾ വേണം. യേശുവിൻ്റെ അപ്പനും അമ്മയും അതാ പഠിപ്പിക്കുന്നത്. അവർക്ക് കുഞ്ഞാരുടെ കാണും, സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ കാണുമെന്ന് അവർക്കൊരു പേടിയില്ലായിരുന്നു. അടുത്ത വീടുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു കുടുംബമായിരുന്നു ആ കുടുംബം. നോക്കണമേ, എന്നിട്ട് അതും കാണാഞ്ഞിട്ട് ബന്ധുക്കളുടെയും ചാർച്ചക്കാരുടെയും ഇടയിലെല്ലാം തെരഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, പിന്നെ തിരിച്ചു നടന്നപ്പോൾ എത്രാം ദിവസം രാവിലെ അവിടെ ചെല്ലുന്നത്? 3-ാം ദിവസം. വായിച്ചേ, എത്ര? 45-ാമത്തെ വാക്യം നോക്കിയേ. ആ 2:45. ലൂക്കോസിന് സുവിശേഷം 2-ാം അധ്യായം 40. കാണാഞ്ഞിട്ട് അവനെ അന്വേഷിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. എത്രാം ദിവസം നോക്കിക്കുക? എത്രാം ദിവസമാണ്? 3-ാം നാൾ. 3-ാം നാള് കഴിഞ്ഞ ശേഷം അവൻ ദേവാലയത്തിൽ നടുവിലിരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട്. അപ്പം 3-ാം ദിവസം അവ കാണുന്നത്. അപ്പോൾ 3-ാം ദിവസം ചെന്നപ്പോൾ ഇവർ കണ്ട കാര്യം, യേശു കർത്താവ് എവിടെ ഇരിക്കുകയാണ്?
എവിടെ ഇരിക്കുന്നു? നടുവിലിരിക്കുകയാണ്. അപ്പോൾ യേശുവിൻ്റെ സ്ഥാനം എപ്പോഴും എവിടാണ്? നടുവിലാണ്. നമ്മൾ ഓർക്കണം, തൃത്വത്തിൻ്റെ നടുവിലാണ് ആര്? യേശു അല്ലേ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മ. അതിന് നടുവിലാണ് ആര്? യേശു. പിന്നെ നോക്കിക്കേ, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ വരും. യഹൂദന്മാരെ പേടിച്ച് ശിഷ്യന്മാർ വാതിലടച്ചിരിക്കുക, യേശു താനും അവരുടെ നടുവിൽ നിന്നുകൊണ്ട്. ഇവിടെ നാം കാണുന്ന ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ, 2 കള്ളന്മാരുടെ നടുവിൽ, മനുഷ്യനും ദൈവത്തിൻ്റെയും നടുവിൽ, 7 നക്ഷത്രം വലങ്കൈ പിടിച്ച് 7 പൊൻനിലവുകൾക്കുടെ നടുവിൽ അല്ലേ? ചരിത്രത്തെ AD എന്നും BC എന്നും 2ആയി തിരിച്ചുകൊണ്ട് ചരിത്രത്തിൻ്റെ നടുവിൽ. യേശുവിൻ്റെ സ്ഥാനം എപ്പോഴും എവിടെയാണ്? നടുവിലാണ്. അവൻ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലാണ്. പ്രിയമുള്ളവരെ, അവൻ നമ്മുടെ സൈഡിൽ നിൽക്കുന്ന ഒരു കാഴ്ചക്കാരനല്ല. നമ്മുടെ ജീവിത പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ഒരുവനുണ്ട്. അവൻ്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. യഹൂദന്മാരെ പേടിച്ച് ശിഷ്യന്മാർ വാതിലടച്ചിരിക്കെ യേശു താനും അവരുടെ നടുവിൽ. അടയ്ക്കപ്പെട്ട വാതിലാണ്. അത് ചവിട്ടി പൊളിച്ചല്ല കർത്താവ് വരുന്നത്. പുനരുദ്ധാനം ചെയ്ത് യേശുവിന് വാതിലുകൾ വേണ്ട. യേശു താനും അവരുടെ നടുവിലേക്ക് വരികയാണ്. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, നമ്മുടെ അടയ്ക്കപ്പെട്ട വാതിലുകൾക്കകത്തേക്ക് കടന്നു വരുവാൻ ആർക്കും കഴിയത്തില്ലെങ്കിലും ഏതടഞ്ഞ വാതിലുകൾക്കകത്തേക്കും കടന്നു വന്ന് അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് സമാധാനം എന്ന് പറയുന്ന ഒരുവനുണ്ട്. അവനാണ് നസ്രയനായ യേശു കർത്താവ്. അപ്പം നോക്കുക, അവർ കണ്ടു യേശു എവിടെ നിൽക്കുന്നു? ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുകയാണ്. എത്ര ദിവസം കഴിഞ്ഞപ്പോഴാണ്? 3 ദിവസം. ചിന്തിക്കണേ, എത്ര ദിവസം കഴിഞ്ഞു? 3 ദിവസം കഴിഞ്ഞു. എൻ്റെ പൊന്ന് പ്രിയമുള്ളവരെ, നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വരണേ. 3 ദിവസം. അപ്പോൾ ഒരു ദിവസം നടന്നു. ഇനി തിരിച്ച് നടന്നു ഇവിടെ വന്നപ്പോഴത്തേന് എത്ര നാളായി? 3 നാൾ. ഇനി ഇപ്പം തിരിച്ചു പോകണമെങ്കിൽ അന്നത്തെ കാലം ഈ കൊടുങ്കാട്ടിലൂടെ ഒക്കെ വേണം യാത്ര ചെയ്യാൻ അല്ലേ? യെരുശലേമിൽ നിന്ന് നസറത്ത് വരെ മരണനിഴലിൻ്റെ താഴ്വരകളൊക്കെ ഉണ്ട്. ആ കൊടുങ്കാട്ടിലൂടെ ഒക്കെ ചെന്നായ്ക്കളും ഹിംസമൃഗങ്ങളും ഒക്കെ ഉള്ളിടത്തൂടെ ഇനി ഒറ്റയ്ക്ക് കുഞ്ഞുമായിട്ട് നടന്നു പോകണം. മറ്റേത് അങ്ങനെയാണോ? അല്ല, ഇവരെല്ലാവരും കൂടെ പോകുന്നത് തീർത്ഥാടനത്തിന്. ഇനി അതൊക്കില്ല, ഒന്നിച്ച് ഒറ്റയ്ക്ക് പോകണം. ഭയങ്കര റിസ്ക്കാണ്. ഈ റിസ്ക് എല്ലാം ഉണ്ടാകാൻ, ഈ ബുദ്ധിമുട്ടെല്ലാം ഉണ്ടാകാൻ കാര്യം ഒറ്റ ഒരുത്തൻ. ആരാ? യേശു. അഹങ്കാരി. അവിടെ ഇരിക്കുക. പറഞ്ഞോ? അതില്ല, തന്നെ തോന്നി. 12ാമത്തെ വയസ്സിൽ കുത്തിപ്പിടിച്ച് അപ്പനും അമ്മയോടും പറയാതെ ഇപ്പം വന്നിട്ട് എവിടെ ഇരിക്കുക? യെരുശലേമിൽ ഇരിക്കുക. അപ്പോഴാണ് ഇവർ തിരിച്ചു വരുന്നത്. 3-ാം ദിവസം കഴിഞ്ഞ് എന്ന് കണ്ടു. എനിക്ക് അത് ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്. അവിടെയാണ് എന്നെ സ്വാധീനിച്ചത്. അപ്പം ചെന്നിട്ട് ഈ മറിയോ യോസഫും കൂടെ ചെന്നപ്പോൾ നോക്കിക്കേ എന്താ സംഭവിച്ചെന്ന് നോക്കിക്കേ. അവനെ കണ്ടിട്ട് അമ്മ അവനോട്, 48ാം വാക്യം, അമ്മ അവനോട്. അപ്പൊ സംസാരിക്കുന്ന ആരാ? അമ്മയാണ്. അതും അന്നത്തെ കാലമാണെന്ന് ഓർക്കണം. ഈ ദേവാലയത്തിന്റെ നടുവിലാണ് ഇരിക്കുന്നത്. ഈ അന്ന് യഹൂദന്മാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, സ്ത്രീയൊക്കെ എന്ത് ചെയ്യാൻ പാടില്ല? സംസാരിക്കാൻ പാടില്ല. പൗലോസിന് ആ ഒരു യഹൂദ സംസ്കാരം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇച്ചിരി മെയിൽ ഷോവനിസ്റ്റിക്കായിരുന്നു പൗലോസ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് സ്ത്രീ സഭയിൽ എന്ത് ചെയ്യണം? മിണ്ടാതിരിക്കണം. പൗലോസിൻ്റെ ചില വാക്കുകളിലൊക്കെ ആ ഒരു പുരുഷ മേധാവിത്വത്തെ ചിലപ്പം ദർശിക്കും. അതുകൊണ്ടാണ് ഇന്നത്തെ ഫെമിനിസ്റ്റ് തിയോളജിയൻസൊക്കെ പൗലോസിനെതിരാണ്. കാരണം പൗലോസിനെ ഒരു ഫെമിനിസ്റ്റ് പുരുഷ മേധാവിയായിട്ടാണ് ഫെമിനിസ്റ്റ് തിയോളജിയൻസ് കാണുന്നത്, ഈ പെണ്ണെഴുത്തുകാർ കാണുന്നത്. അപ്പം ഈ പൗലോസിന് ഒരു പക്ഷേ ആ സ്വാധീനം ഉണ്ടായിരിക്കാം, നമുക്കറിയില്ല. പക്ഷേ എന്താണെങ്കിലും സമൂഹം എപ്പോഴും മനുഷ്യനെ സ്വാധീനിക്കുമല്ലോ, ചിന്തകളെയൊക്കെ. അപ്പം അന്ന് സ്ത്രീകളധികം സംസാരിക്കത്തില്ല. മാത്രമല്ല, യഹൂദം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, നീ എന്നെ സ്ത്രീയായിട്ടും ജാതിയായിട്ടും നായായിട്ടും ജനിപ്പിക്കാഞ്ഞാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്തു. ഇത് യഹൂദൻ്റെ രാവിലത്തെ പ്രഭാത പ്രാർത്ഥനയുള്ള ഒരു പ്രാർത്ഥനാ മന്ത്രമാണ്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആ ഒരു സംസ്കാര പോലെ കാലഘട്ടത്തിൽ ഇപ്പോൾ യോസഫും മറിയയും കൂടെ ചെന്നപ്പോൾ ആരാ സംസാരിക്കുന്നത്? അമ്മയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ അപ്പൻ ആരെയും കൊണ്ട് സംസാരിപ്പിച്ചു? അമ്മയും കൊണ്ട് എന്ത് ചെയ്തു? അപ്പം പറഞ്ഞു കാണും, മോനെ ഇടി ഞാൻ പറഞ്ഞാൽ കൂടിപ്പോവും, അപ്പം നീ എന്ത് ചെയ്തേരെ? സംസാരിച്ച്. നമ്മുടെ അപ്പന്മാരാണെ പറഞ്ഞേനെ, എന്താ പറഞ്ഞേനെ? മോളെ തല ഇരിക്കുമ്പോൾ എന്താ ഓടരുത്? വാലോടരുത്. നീ സംസാരിക്കണ്ട. ആര് സംസാരിക്കാം? ഞാൻ സംസാരിക്കാം അല്ലേ? ഒരിക്കൽ ഒരപ്പന് വീട്ടിൽ നിന്ന് കയറി വന്നപ്പോൾ ഒരു തറമക്കാരൻ ഇറങ്ങി വരിക. തറമക്കാരൻ ഇറങ്ങി വരുന്ന കണ്ടപ്പോൾ ഈ അപ്പൻ അങ്ങ് ചോദിച്ചു, എന്തുവാടാ നീ ഇറങ്ങി വന്നേ? ഒന്നും കിട്ടിയില്ലേ? ഇല്ല കൊച്ചമ്മ പറഞ്ഞു ഇവിടെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ കൊച്ചമ്മ പറഞ്ഞു, ഇനി വാടാ തിരിച്ചു കയറി. എന്നിട്ട് ആ കാൻവാസ് കസേരയിലോട്ട് ഞെളിഞ്ഞ് കയറി കിടന്നിട്ട് പറഞ്ഞു, ഇവിടെ ഒന്നുമില്ല, പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഈ തറമക്കാരൻ ദേഷ്യം വന്നു. അതെന്നെ വർത്തമാനം ഈ പറയുന്നത്? പോയി എന്നെ വിളിച്ചോണ്ട് വന്നിട്ട് ഈ അപ്പൻ പറയാം, അതെ ഞാനാണ് ഇവിടുത്തെ അപ്പൻ, അവളല്ല പറയേണ്ടത്. ആരാ പറയേണ്ടത്? ഞാനാ പറയേണ്ടത്. അതുപോലെയാണ് നമ്മുടെ അപ്പന്മാരുടെ ധാരണ അല്ലേ? ഈ അടുത്തിടയ്ക്ക് ഒരു സംഭവം കേട്ടെ, ഈ
കുടിച്ചിട്ട് വന്ന ഒരപ്പന്, ഈ അപ്പനെന്നും ഭാര്യയിട്ട് തല്ലുകൊണ്ട് ഇവിടെ ഇടപാട് തെറ്റി. അപ്പോൾ ഇടപാട് തെറ്റിക്കഴിഞ്ഞപ്പോൾ ഈ ഒരു ദിവസം ഇവക്ക് അങ്ങ് കലി കയറി. ആർക്ക്? ഭാര്യയ്ക്ക്. അങ്ങനെ കലി കയറും ചിലപ്പോൾ ഈ പെണ്ണുങ്ങൾക്ക്. അന്ന് അവൻ്റെ ഇടപാടും തെറ്റും. ഞാനൊരിക്കൽ ഒരു ദിവസം ഈ പണി ഒപ്പിച്ചു കൊടുത്താണ്. എന്നോട് ചോദിക്കരുത്, ഇത് ആരോടും പറയുകയും ചെയ്യരുത്. റാന്നിലൊന്നും ഇത് പറയത്തില്ല, പറഞ്ഞാൽ അറിയും. പക്ഷേ വേറെ വല്ലയിടത്തൊക്കെ പറയാൻ. ഇവിടെ എൻ്റെ ഒരു പെങ്ങളാണ്. അപ്പോൾ ഇവിടെ എന്നും ഇട്ടങ്ങ് അടിക്കുക. അടിയെന്ന് പറഞ്ഞ യമണ്ടൻ അടിയ. അയ്യോ, പെണ്ണിന് ഇരിക്കാൻ പോയി. അപ്പോൾ ഒരു ദിവസം കരഞ്ഞോണ്ടോ, എൻ്റെ അച്ഛാ പാസ്റ്ററെ അടികൊണ്ട് എൻ്റെ ഇടപാട് തെറ്റി. ഞാൻ പറഞ്ഞടി ഒറ്റ മാർഗ്ഗമുള്ളൂ, നീ ചെയ്യാമെങ്കിൽ നീ രക്ഷപ്പെടും, ഞാൻ വന്നോളാം നിന്നെ സഹായിക്കാം. എന്തോ ചെയ്യണം? നീ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഒരു ദിവസം രാത്രി അവൻ നിന്നെ അടിക്കുമ്പോൾ നീ അങ്ങ് പിശാചി കയറണം, അങ്ങ് കയറണം. എന്നിട്ട് നീ ഒരു വടി ഒരു പത്തൽ അവിടെ വെട്ടിയിട്ടേക്കണം, നല്ലൊരു സാധനം. എന്നിട്ട് അങ്ങ് അടിക്കണം. പക്ഷെ നീയല്ല, പിന്നെ ആരാണ്? പിശാചാണ്. അപ്പോൾ അവൻ അമറും. അപ്പോൾ അവൻ്റെ അപ്പനും അമ്മയും എല്ലാം ഓടി വരുമ്പോൾ നീ പറയണം, അടുക്കരുത്. അടിയെന്ന് പറഞ്ഞാൽ അടിച്ചോണം, വരുന്നവരെ എല്ലാം അടിച്ചോണം. അപ്പൊ അവരാരെ വിളിക്കും? പിശാച് എന്ന് പറയുമ്പോൾ നീ അങ്ങ് താഴെ വീഴണം. അപ്പൊ നീ അല്ല, ആരാണ്? അവളങ്ങ് അടിച്ചു. ഞാൻ ചെന്നു, പിശാച് താഴെ പോയി. ഇതുവരെ പിന്നെ അവളെ അടിച്ചിട്ടില്ല. അവ ഇപ്പൊ പലതും കിട്ടേണ്ടത് എന്ത് ചെയ്യാഞ്ഞിട്ടാ? കിട്ടാണ്ടിട്ടാണ് അപ്പൊ ഇതുപോലൊരു കുടിയനെ എന്നും ഭാര്യയെ തല്ലുമ്പോ ഒരു ദിവസം ഇവക്ക് കലി കയറി. ഇവിടെ കയ്യിൽ ഒരു വിറകും കിട്ടി. ഇവിടെ അങ്ങ് അടിച്ചു. അടി കൊണ്ട് ഇവിടെ താഴെ വീണു. ഇവൻ ഉരുണ്ട് കട്ടിക്കീഴെ കയറി ആ മൂലയ്ക്ക് വന്നു. അപ്പൊ ഇവിടെ അടിച്ചിട്ട് ഈ സംഭവം ഇവിടെ ചെല്ലുന്നില്ല, അവനങ്ങ് മൂല ചെന്നില്ല. വാടാ. അപ്പൊ ഇവള് പറഞ്ഞു, ഇറങ്ങി വാടാ. അപ്പൊ ഈ എല്ലാ ആൾക്കാരെല്ലാം ഓർത്തപ്പോ എന്നും ഇവിടെ കരച്ചിലാ കേൾക്കുന്നത്. ഇന്ന് ഇവള് പറയുന്നു വാടാ. അവന്റെ ശബ്ദം കേൾക്കുന്നുമില്ല. അപ്പൊ ഇതെന്താ പറ്റിയതാ? എല്ലാരും കൂടെ വന്നു. അപ്പൊ എല്ലാരും കൂടെ ജല്ലിക്കോയപ്പോ ജല്ലിക്കൂടെ നോക്കുമ്പോ ഇവള് പറയണം, ഇറങ്ങി വാടാ നീ വാടാ. അപ്പൊ ഒരു കുടിയൻ പറഞ്ഞു, എടാ നീ ധൈര്യമായിട്ട് ഇറങ്ങി വാ, നമ്മുടെ സമൂഹത്തിന് നാണക്കേടാടാ ഇത്, നീ ഇറങ്ങി വാടാ. അപ്പൊ ഈ കട്ടിക്കീഴെ കയറി കിടക്കുന്ന അവൻ പറഞ്ഞു പോലും, അവള് പറയുമ്പം കയറാനും അവള് പോകുമ്പോ ഇറങ്ങാനും എന്നെ കിട്ടത്തില്ലടാ, ഞാൻ ആണാടാ. അതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്യാത്തത്, ഇറങ്ങി വരാത്തത്. കാരണം ഞാൻ ആണാണ് അല്ലേ? അപ്പൊ ആ ഒരു സംസ്കാരത്തിലാണ് ഈ യോസഫ് ആരെയും കൊണ്ട് സംസാരിപ്പിക്കുന്നത്? മറിയത്തെ കൊണ്ട്. മറിയത്തോട് പറഞ്ഞു, നീ എന്ത് സംസാരിക്കും. അപ്പൊ അപ്പൻ ആരെയും കൊണ്ട് സംസാരിപ്പിച്ചു? അമ്മയും കൊണ്ട് സംസാരിച്ചു. അപ്പൊ ഈ സ്ത്രീയെ ബഹുമാനിക്കണമെന്ന് യേശുവിനെ പഠിപ്പിച്ചത് ആരാ? അപ്പനാണ്. അപ്പൻ എന്നും ആരെ ബഹുമാനിച്ചു? അമ്മയെ ബഹുമാനിച്ചു. അതുകൊണ്ട് തന്നെ യേശുവിന് സ്ത്രീകളോട് എന്തായിരുന്നു? ഭയങ്കര ബഹുമാനമായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, അമ്മയെ ബഹുമാനിക്കുന്ന, സഹോദരിയെ ബഹുമാനിക്കുന്ന ഒരു കുടുംബത്തിൽ പിറക്കുന്ന ചെറുക്കന് ഒരിക്കലും കണ്ട പെൺപിള്ളേരെ തോണ്ടാനും മാന്താനും ഒന്നും പോത്തില്ല. കാരണം അവനറിയാം ഈ സ്ത്രീ ബഹുമാനിക്കപ്പെടേണ്ടവളാണ്, അവൾ ആദരിക്കപ്പെടേണ്ടവളാണ്. എന്താ കാര്യം എന്നറിയാമോ? ആ അപ്പൻ ആരെ ആദരിച്ചു? അമ്മയെ ആദരിച്ചു. മനസ്സിലാകുന്നുണ്ടോ? ഭയങ്കര ആശയങ്ങളിനകത്ത് കിടപ്പുണ്ട്. അമ്മയെ ആദരിച്ചു കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ സംസാരിച്ചു തുടങ്ങി. എന്താണെന്ന് ചോദിച്ചേ? മോനെ. അങ്ങനല്ലേ വിളിച്ചത്? എന്താ വിളിച്ചു നോക്കിയേ? മോനെ. എത്രാം ദിവസം കിട്ടിയപ്പോഴാ? 3-ാം ദിവസം. എൻ്റെ പൊന്ന് ചേച്ചി, 3-ാം ദിവസം ഈ കൊച്ചനെ കൈ കിട്ടിയ എന്തോ വിളിക്കും? വായിച്ച ചേച്ചിയോട് തന്നെ ചോദിക്കുക. 1-2 ദിവസമല്ല, 3. ഇനി തിരിച്ചു നടക്കണം കൊടുങ്കാട്ടിലൂടെ തന്നെ. 3-ാം ദിവസം കൈ കിട്ടുമ്പോ എന്തോ വിളിക്കും? പറ. നമ്മുടെ ഭാവനയിലൊന്ന് വിളിച്ച മോനെ വിളിക്കും. പക്ഷെ അതിൻ്റെ ഇപ്പുറത്ത് ഇച്ചിരി മോനെ ഇട്ടിട്ടല്ലേ വിളിക്കത്തുള്ളൂ. സത്യമല്ലേ? അങ്ങനെ ഉപദേശിയാ, കാര്യമൊക്കെ ശരിയാ. പക്ഷെ 1-ാം തരം ഭാഷ എവിടുന്ന് ഇറങ്ങി വരത്തില്ലേ? വരത്തില്ലേ? ഈ ഇടയ്ക്ക് പാലായ്ക്ക് അപ്പുറത്ത് ഈ യേശുവിൻ്റെ ക്രൂശീകരണം ദുഃഖവെള്ളിയാഴ്ച നാടകം അവതരിപ്പിക്കുക. അപ്പോൾ ഒരു ബെന്നിന് ഈ ബലൂൺ വെള്ളം കെട്ടിയിട്ടിട്ടുണ്ട്. അവിടെയാണ് ഈ ചങ്കില് പടയാളി എന്ത് ചെയ്യേണ്ടത്? കുത്തേണ്ടത്. പക്ഷെ ഈ കുത്തിയവനും കുത്തു കൊണ്ടവനും വെള്ളമായിരുന്നു. കുത്തു മാറിപ്പോയി. നല്ല പൂര സരസ്വതി. നാട്ടുകാർ മൈക്ക് കൂടെ കേട്ടു. ഏതാ? എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതൊന്നും അല്ല. കാരണം എന്തോ മാറിപ്പോയി, കുത്തു മാറിപ്പോയി. ബലൂണല്ല കുത്തു കൊണ്ടത്. അപ്പൊ ഇതൊക്കെ കാര്യമൊക്കെ ശരിയാ. 3-ാം ദിവസം കൈ കിട്ടുമ്പോ നമ്മൾ എന്തോ വിളിച്ചേനെ? സത്യമായിട്ട് നോക്കിയ മോനെ വിളിക്കുവോ? ഇല്ല. പക്ഷെ യേശുവിൻ്റെ അമ്മ എന്തോ വിളിച്ചത്? മോനെ എന്ന് വിളിച്ചു.
അത് യേശുവിൻ്റെ ഉൾത്തടത്തിനൊരു കിടിലം കൊള്ളിച്ചു. പ്രിയമുള്ളവരെ, 3 ദിവസം കാണാതിരുന്ന കുഞ്ഞിനെ മോനെ എന്ന് വിളിച്ചുകൊണ്ടാണ് രാത്രി മുഴുവൻ തെറ്റിപ്പോയിട്ട് ഒന്നും കിട്ടാതെ കയറി വന്നവനെ യേശു വിളിച്ചത് എന്താ? കുഞ്ഞെ എന്നാ വിളിച്ചത്. അപ്പൊ യേശുവിൻ്റെ ഭാഷ എവിടുന്ന് രൂപപ്പെട്ടതാ? അമ്മയിൽ നിന്ന് രൂപപ്പെട്ട ഒരു സോഫ്റ്റ് ഭാഷയുണ്ട്. മനസ്സിലാക്കണേ, ആ ഒരു സംസ്കാരമാണ് യേശുവിനെ എന്ത് വിളിപ്പിച്ചത്? കുഞ്ഞെ എന്ന് വിളിച്ചത്. യേശുവിനെ അമ്മ സ്വാധീനിച്ചു. യേശു യോഹന്നാനെ സ്വാധീനിക്കുന്നു. യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ പറയാണ്, കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യരുത്? പാപം ചെയ്യരുത്. യോഹന്നാന്റെ ലേഖനത്തിൽ കുഞ്ഞുങ്ങളെ ലിറ്റിൽ ചിൽഡ്രൻ യു ഷുഡ് നോട്ട് കമ്മിറ്റ് സിൻ, നീ പാപം ചെയ്യരുത് എന്ന് കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കാൻ യോഹന്നാനെ പഠിപ്പിച്ചത് ആരാ? യേശുവാണ്. യേശുവിനെ പഠിപ്പിച്ചത് ആരാണ്? അമ്മയാണ്. നമ്മുടെ ഭാഷ ക്രൈസ്തവമായിരിക്കണം. നമ്മുടെ ഭാഷ വേദപുസ്തകാടിസ്ഥാനത്തിലുള്ളതായിരിക്കണം. നോക്ക് പ്രിയമുള്ളവരെ, ആ ഭാഷയാണ് ആര് വിളിച്ചത്? അമ്മ വിളിച്ചത്. അപ്പം ഭയങ്കര സ്വാധീനം ചെലുത്തി. മനുഷ്യനെ മാറ്റാൻ ഈ ഭാഷയ്ക്ക് ഭയങ്കര സാന്നിധ്യമുണ്ട്, അല്ലേ? എത്ര തെറ്റിപ്പോയിട്ട് വരുന്നവനെ കുഞ്ഞെ എന്ന് വിളിക്കാൻ, മോനെ എന്ന് വിളിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ അതൊരു സംസ്കാരമാണ്. ആ സംസ്കാരം രൂപപ്പെടേണ്ടത് ക്രൈസ്തവ ഭവനങ്ങളിൽ നിന്നാണ്. ആ ഭവനത്തിൽ നിന്ന് രൂപപ്പെട്ട യേശുവിനെ മാത്രമേ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ വന്നവരെ എന്തെന്ന് വിളിക്കാൻ ഒത്തുള്ളൂ? കുഞ്ഞെ എന്ന് വിളിക്കാൻ ഒത്തുള്ളൂ. അപ്പോൾ യേശുവിൻ്റെ അമ്മ എന്ത് വിളിച്ചു? മോനെ എന്ന് വിളിച്ചു. എത്ര ദിവസം കഴിഞ്ഞപ്പോൾ? 3 ദിവസം. എന്തോ ഒരു സ്നേഹം നോക്കി. മോനെ സ്വാധീനിക്കുമോ? സ്വാധീനിക്കും. ഞാൻ എൻ്റെ ഭാവന പറയുകയാണ്, ഈ സെക്കരിയാവും എലിസബത്തും കൂടെ ദമ്പതികളായിരുന്നല്ലോ. എലിസബത്ത് പരിശുദ്ധാത്മാവിനെ ഗർഭവതിയായി. അത് വന്ന് ദൂതൻ ആരോട് പറഞ്ഞു? സെക്കരിയാവിനോട് പറഞ്ഞു. സെക്കരിയാവ് അങ്ങ് ചിരിച്ചു. ദൂതൻ അങ്ങ് ദേഷ്യം വന്നു. അപ്പം ദൂതന് എന്ത് വരും? ദേഷ്യം വരും. ദൂതൻ ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, ഇനി നീ മിണ്ടണ്ട എന്ന് വരെ. കൊച്ചുണ്ടായി, അവന് പേരിടുന്നിടം വരെ എന്ത് ചെയ്യരുത്? മിണ്ടരുത്. പേരും വന്ന് എന്ത് പേരിടണം ചോദിച്ചപ്പോൾ യോഹന്നാൻ പേനയും കൊണ്ടുവന്നിട്ട് യോഹന്നാൻ എന്ന് പേരിട്ട്. അത് ഇട്ടപ്പോഴാണ് അവൻ്റെ വായ എന്ത് ചെയ്തത്? തുറന്നത്. അപ്പം ഈ 10 മാസം അപ്പം ഈ സെക്കരിയാവ് ആരോട് മിണ്ടിയിട്ടില്ല? എലിസബത്തിനോട് മിണ്ടിയോ? ഇല്ല. ഈ എലിസബത്ത് എന്ത് ചെയ്യുന്നറിയാമോ? എല്ലാവരെയും പേടിച്ചിട്ട് അവൾ പോയി എന്ത് പാർത്തു? ഒളിച്ച് പാർത്തു. ആര്? എലിസബത്ത്. അപ്പന് മിണ്ടാൻ നോക്കുമോ? ഇല്ല. അമ്മ ശബ്ദം കേട്ടോ? ഇല്ല. പിന്നെ ആകെ ഇതിനിടയ്ക്ക് കേട്ടത് ഒറ്റ ശബ്ദമാണ്. 3 മാസം ആരുണ്ടായിരുന്നു? മറിയ ഉണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ യോഹന്നാന് ഭയങ്കര ശബ്ദ തുള്ളലായിരുന്നു. എന്താ കേട്ടപ്പം? ശബ്ദം കേട്ടപ്പം. അപ്പോൾ ഈ 10 മാസം അധികം ശബ്ദം ആര് കേട്ടില്ല? യോഹന്നാൻ കേട്ടില്ല. അതുകൊണ്ട് തന്നെ ജനിച്ച് നടക്കാൻ തുടങ്ങിയപ്പോൾ നേരെ ഒരു നടത്തം. എവിടെ? മരുഭൂമി. അവിടെ എന്തോ ഇല്ല, ശബ്ദമില്ല. അപ്പോൾ യോഹന്നാൻ എന്തോ അലർജിയായിരുന്നു, ശബ്ദം അലർജിയായിരുന്നു. കാരണം ഈ 10 മാസം എന്തോ കേട്ടില്ല. ഇനി കേട്ടാൽ ഭയങ്കര ദേഷ്യപ്പെടുന്ന വാക്കേ പറഞ്ഞു, സർപ്പസന്തതിയെ മോനെ എന്ന് വിളിക്കാൻ ആർക്കറിയത്തില്ല. കാരണം എന്നാണെന്നറിയാമോ? സെക്കരിയാവിൻ്റെ എലിസബത്തിൻ്റെ വയറ്റിൽ കിടക്കുമ്പോൾ സെക്കരിയാവ് ചക്കരയെ പൊന്നെ കുട്ടാന്നൊന്നും ആരെ വിളിച്ചില്ല. ഈ വിളിയൊന്നും ആര് കേട്ടില്ല. കാരണം അപ്പന് മിണ്ടാൻ വയ്യ. മോനെ മോനെ കുട്ടോ എന്നൊന്നും ആര് വിളിച്ചില്ല. സെക്കരിയാവ് വിളിച്ചില്ല. അതുകൊണ്ട് അവൻ സർപ്പസന്തതി എന്നൊക്കെ എന്ത് ചെയ്യാത്തറിയത്തുള്ളൂ. അല്ലായിരുന്നെങ്കിൽ കുറേ നാളുകൂടെ കഴുത്തിന് മേളിൽ തല കണ്ടേര്. പക്ഷേ ഭാഷ മോശമായിരുന്നു. ആരുടേത്? സെക്കരിയാവിൻ്റെ. കാരണം എന്തോ കേട്ടില്ല, ശബ്ദം കേട്ടില്ല. പ്രിയമുള്ളവരെ, പിള്ളേർ കേട്ട് വളരണം. എന്ത് ശബ്ദം? നല്ല ശബ്ദം കേൾക്കണം. ഇത് ഭയങ്കര സാന്നിധ്യമാണ്. സ്നേഹത്തിൻ്റെ ഒരു വാക്കാണ്. ഈ വാക്കിന് സാന്നിധ്യം ഉണ്ടോ? ഉണ്ട്. നമുക്ക് വിമർശനമോ തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ ആശയ വൈരുദ്ധ്യങ്ങളോ ഒക്കെ ഉണ്ടാകാം. അതവിടെ ഉണ്ടാകട്ടെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്. ബാക്കി നിങ്ങളുടെ ഇഷ്ടം പോലെ വ്യാഖ്യാനിച്ചെടുത്തോ. പക്ഷെ ഒന്ന് എന്നെ സ്വാധീനിച്ച ഒരു കാര്യം, എന്നെ വല്ലാതെ ധ്യാനിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഈ ഞങ്ങളുടെ അവിടെ ഈ ദേവസ്യ മുല്ലക്കര സാറ് വന്നു. ബാക്കി പുള്ളിയുടെ നിങ്ങൾക്ക് ഇഷ്ടക്കേടോ എന്തോ അത് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അതവിടെ കിടന്നോട്ടെ. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, എന്നെ പുള്ളി ഇഷ്ടപ്പെടുത്തിയ ഒരു സ്വാധീനിച്ച ഒരു കാര്യം, അദ്ദേഹം പുള്ളിയുടെ ഒരു പ്രാർത്ഥനാ ശൈലി എന്നാന്ന് ചോദിച്ചാൽ, യോഗം കഴിഞ്ഞിട്ട് ആൾക്കാർ ഓരോരുത്തരായിട്ട് വരും. ടോക്കണൊക്കെ എടുത്താൽ വരുന്നത് കണ്ടിട്ടുണ്ടോ? എന്നിട്ട് പുള്ളി ഇങ്ങനെ ഇരിക്കും. ഒരാൾ ഇവിടെ ഇരിക്കും, ഒരാൾ 3-4 കസേര ഇടും. ഇവിടെ 4 കസേര, ഇവിടെ 4 കസേര. എന്നിട്ട് ഓരോരുത്തർക്ക് വേണ്ടി എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. അപ്പം നമുക്ക് ഇത് ഇച്ചിരി പാടുള്ള കാര്യമാണ്. 3-4 മണിക്കൂർ ഇരുന്ന് എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. എന്തോ ഒരു പാടാണെന്നറിയാമോ? ഞങ്ങളവിടെ ഒരു യോഗം വെച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്നാ ചോദിച്ചാൽ, ഒത്തിരി ഇതര മതസ്ഥർ അവിടെ വന്നു.
അപ്പോൾ അത് നല്ലപ്പോൾ ഈ പുള്ളി വന്നപ്പോഴാണ് വരുന്നത്, ഒത്തിരി വന്ന്. അപ്പം പുള്ളി പ്രാർത്ഥിക്കാം. അപ്പം ഞാനും എൻ്റെ ഭാര്യയും കൂടെ പ്രാർത്ഥിക്കാൻ പോയി. അപ്പം ഞങ്ങൾ വന്നപ്പോൾ ഒരാൾ ഇവിടെ ഇരുത്തി, ഒരാൾ അങ്ങനെ ഇരുത്തുന്നു. ടോക്കൺ കിട്ടി, ഇപ്പുറത്ത് ഇരുത്തി. എന്നിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ എന്നോട് ചോദിച്ചു ആരാണ്, ഞാൻ പറഞ്ഞു പാസ്റ്റാണ്, എവിടെയാണ്, എല്ലാം ചോദിച്ചു. എല്ലാം ഭയങ്കര സന്തോഷം, കാര്യം എല്ലാം ചോദിച്ചു. എന്നാൽ മോനെ ഞാൻ പ്രാർത്ഥിക്കട്ടെ, എന്നാൽ പ്രാർത്ഥിക്കാൻ പോകും. പുള്ളി പ്രാർത്ഥിക്കുകയാണേ, കർത്താവേ ഈ ചക്കരക്കുട്ടനെ കണ്ടോ, ഈ ചക്കരക്കുട്ടൻ എന്തോ ഒരു നല്ല കൊച്ചൻ, അയ്യോ അവന് ഒത്തിരി ഭാരമുണ്ട് കർത്താവേ, കുട്ടൻ്റെ ഒത്തിരി ദുഃഖം എല്ലാം ഉണ്ട് കർത്താവേ, അവന് വഹിക്കാൻ വയ്യാത്ത ഭാരം അവൻ്റെ തലയിൽ വെച്ചിരിക്കുകയാണേ കർത്താവേ, ഈ ചക്കരക്കുട്ടനെ ഒന്ന് തൊടണേ, ചക്കരക്കുട്ടനെ ഒന്ന് തൊടണേ. എന്നിട്ട് ഞാനിങ്ങനെ കണ്ണടച്ചിരിക്കുക. എന്നെ കുട്ട മോനെ കണ്ണു പറഞ്ഞേ, കുട്ടനെ ഇപ്പം തൊടുക കേട്ടോ, തൊടുക, ചക്കരക്കുട്ട താണ്ട് തൊട്ടു. സത്യമായിട്ട് എനിക്കും തോന്നി ഏതാണ്ട് എന്നെ തൊട്ടെന്ന്. എനിക്കറിയത്തില്ല അതിൻ്റെ സൈക്കോളജിയാണോ ദൈവാത്മാവാണോ ഏതായാലും ഒന്നും എനിക്കറിയാം, എന്നെ ഏതാണ്ട് തൊട്ടു. അപ്പം ഞാൻ ഓർത്ത് എനിക്കേ ഇത് ഉണ്ടായുള്ളത്. തിരിച്ചു വന്നപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറയാ, എൻ്റെ പൊന്ന ചാച്ചാ എനിക്കങ്ങ് കരയണമെന്നാന്നോ ചിരിക്കണമെന്നാന്നോ എനിക്കറിയാൻ വയ്യ, എനിക്കങ്ങ് അങ്ങ് ഏതാണ്ടെല്ലാം പോലെ തോന്നി. ഞാൻ ചോദിച്ചു അതിന്, എന്നോട് പറയാ ചക്കരക്കുട്ട യോ എനിക്കങ്ങ് സങ്കടം, എൻ്റെ ചാച്ചാ എനിക്കറിയാൻ വയ്യ, വല്ലാത്തൊരു അനുഭവമായിരുന്നു. സത്യമാണ്, എൻ്റെ അപ്പൻ ഇന്ന് വരെ എന്നെ കുട്ടാന്ന് വിളിച്ചിട്ടില്ല. ഞാൻ ഇന്നലെ ഒരു കല്യാണത്തിന് എൻ്റെ അപ്പനെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു, ഇന്ന് വരെ എന്നെ കുട്ടാന്ന് വിളിച്ചിട്ടില്ല. എന്നെ ആദ്യം കുട്ടാന്ന് വിളിച്ചിരുന്ന മുല്ലക്കര സാറാ. അപ്പോൾ എനിക്ക് തോന്നി എന്നെ ആരാണ് എന്ത് ചെയ്തു തോട്ടത്. അപ്പം ഈ ഭാഷയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട്. ഉണ്ടോ പ്രിയമുള്ളവരെ? ഇത് ആരുടെ ഭാഗത്തു നിന്നാണ് ഒഴുകേണ്ടത്? നമ്മുടെ ഭാഗത്തു നിന്നല്ലേ ഒഴുകേണ്ടത് ആണ്. ഇതിനെന്നെ സാന്നിധ്യം. ഞാനിത് വളരെ സീരിയസ് ആയിട്ട് പറയട്ടെ. ഈ എന്നെ വല്ലാതെ ധ്യാനിപ്പിച്ചൊരു കാര്യമുണ്ട്. ഞാൻ കുടുംബ കൗൺസിലിംഗ് എടുക്കുന്ന ഒരാളാണ്. ഒത്തിരി സെമിനാർ നടത്താൻ ഞാൻ എവിടെയെല്ലാം പോയിട്ടുണ്ട്. ഇംഗ്ലണ്ട് വരെ പോയി ഞാൻ ഫാമിലി സെമിനാർ എടുത്തിട്ട് പേരൻറ്റിങ് പഠിപ്പിക്കാൻ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. എനിക്ക് മൂത്ത ഒരു മോളാണ്. അവൾക്ക് ഈ അടുത്തിടയ്ക്ക് അവളൊരു ഭയങ്കര കിലുക്കാൻ പറ്റിയായിരുന്നു. പിന്നെ അങ്ങ് മൗനമായി. അപ്പോൾ എന്നോട് എൻ്റെ ഭാര്യ പറഞ്ഞു, ഇവളങ്ങ് ഭയങ്കര ദേഷ്യമൊക്കെ, ഇവളധികം സംസാരിക്കുന്നൊന്നുമില്ല, എന്തോ ചോദിച്ചാലും ദേഷ്യമാണ്, അച്ചാച്ചനൊന്ന് പോയി വർത്താനമൊക്കെ പറയാം, എന്താ കാര്യം ചോദിര്. അപ്പം ഞാനും ഓർത്തു, ഞാനൊരു ദിവസം ഇവളെ വിളിച്ചിട്ട് സംസാരിച്ചു. ഇവളൊന്നും മനസ്സ് തുറക്കുന്നില്ല. അപ്പോൾ എനിക്ക് എന്തൊക്കെയോ തോന്നി. ഞാനൊരു ദിവസം എല്ലാ പ്രോഗ്രാം കട്ട് ചെയ്തു, മൊബൈലെല്ലാം ഓഫ് ചെയ്തു. ഞാൻ പറഞ്ഞു, കുഞ്ഞെ നമുക്ക് വെളിയിൽ പോകാം, മറ്റവന്മാരോടൊന്നും പറയണ്ട, വില്ലന്മാർ താഴെ കിടപ്പുണ്ട്, ഇവന്മാരോട് പറയണ്ട, നമുക്ക് ആരും അറിയാം, പോവാം. എന്നിട്ട് വെളിയിൽ കൊണ്ടുവന്നിട്ട് ഞാൻ പറഞ്ഞു, മോളെ ഇന്ന് മോൾ എന്തോ വേണം പറഞ്ഞോ, പപ്പ മേടിച്ചു തരാം, പപ്പായുടെ കഴിവിനൊക്കെ മേടിച്ചു തരാം, മോൾക്ക് എന്തോ വേണ്ടേ? എനിക്കൊന്നും വേണ്ട. മറ്റേ ഇവള് പറയും സൈഡ് വേണം, പൂറ്റ് വേണം, റബ്ബർ ബാൻഡ് വേണം, അതെന്തൊക്കെ പറയും. ഒന്നും വേണ്ട. മോക്ക് വേണോ? വേണ്ട. മോക്ക് വേണോ? വേണ്ട. എന്നാലും പറ, വേണോ? വേണ്ട. ഞാൻ ഇവളെയും കൊണ്ട് ഒരു ഹോട്ടലിൽ പോയി. അവിടെ പോയി ഇരുന്നിട്ട് പറഞ്ഞു, മോളെ ഐസ്ക്രീം പറയട്ടെ? വേണ്ട. അല്ല എനിക്കറിയാലോ മോക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്, പക്ഷേ എനിക്കിപ്പം വേണ്ട. ഞാൻ പറഞ്ഞു, എനിക്ക് അവൾക്ക് ഇഷ്ടമുള്ളൊരു ഒരെണ്ണം ഞാൻ ഓർഡർ ചെയ്തിട്ട് ഐസ്ക്രീം വരുന്ന സമയം ഇത്തിരി സമയമെടുത്തു. അപ്പോൾ ഇവള് പറഞ്ഞു, പപ്പ നമുക്ക് വീട്ടിൽ പോവാം. ഞാൻ പറഞ്ഞു, വേണ്ട, നമ്മൾ പപ്പായും മോളും കൂടി ഇരിക്കാൻ വന്നതല്ലേ, വേണ്ട, എനിക്ക് വീട്ടിൽ പോകണം. എന്നിട്ട് അവളെന്നോട് പറഞ്ഞു, അപ്പ ആ മൊബൈലും തന്നേ. എന്തിനാ? ഞാൻ മൊബൈൽ ഓഫാ. അല്ല, ഓണാക്കാം, എനിക്ക് അമ്മയെ വിളിക്കണം. ഞാൻ ചോദിച്ചു, എന്തിനാ? എനിക്ക് അമ്മയെ വിളിക്കണം, എനിക്ക് വീട്ടിൽ പോകണം. ഞാൻ പറഞ്ഞു, എന്തിനാ അമ്മയെ വിളിക്കുന്നത്? എനിക്ക് വീട്ടിൽ പോകണം. എൻ്റെ ചങ്ക് മുറിഞ്ഞു പോയി. ഈ ഉപദേശിയോട് എൻ്റെ മോള് പറയുക, അപ്പ നമുക്ക് വീട്ടിൽ പോകാം, എനിക്ക് പേടിയാ. ഞാൻ ചോദിച്ചു, എന്തിനാ മോള് പേടിക്കുന്നത്? അപ്പയല്ലേ കൂട്ടത്തിലുള്ളേ. എൻ്റെ പൊന്നപ്പ, എനിക്ക് പേടിയാ, എനിക്ക് വീട്ടിൽ പോവാം. എന്തിനാ മോളെ പേടിക്കുന്നത്? എൻ്റെ അപ്പ സത്യം പറയട്ടെ, എനിക്ക് പേടി വരുന്നു. എന്തിനാ മോളെ? എൻ്റെ അപ്പയ്ക്ക് വട്ടാണോ അപ്പ? ഞാൻ ചോദിച്ചു, അപ്പയ്ക്ക് വട്ടോ? അതെന്നാ? ഒരിക്കലും ഇല്ലാത്ത പോലെ അപ്പ ചോദിക്കുക, എന്നാ വേണ്ടേ? ഐസ്ക്രീം വേണോ? മേടിച്ച് തരാം. എൻ്റെ അപ്പയ്ക്ക് വട്ടാപ്പ, എനിക്ക് വീട്ടിൽ പോവാം. അപ്പോൾ ഒരിക്കലും ഇല്ലാത്ത പോലെ ഉപദേശിച്ച് പറയുകയാണ്, ഐസ്ക്രീം തരാം, സാധനം വേണോ? പ്രിയമുള്ളവരെ, സ്വന്തം വീട് നന്നാക്കാതെ നാട് നന്നാക്കിയിട്ട് എന്തോ ചെയ്യാനാ? ഒരു കാര്യം, ഈ ഉപദേശിയോട് കൊച്ചി ഒതുക്കിയ അപ്പൻ എന്താണോ വട്ടാണോ? ഇത് സിനിമയിലുണ്ടായതല്ല, ജീവിതത്തിൽ ഉണ്ടായതാ. കാരണം തിരക്കിൻ്റെ നടുവിൽ ലോകം മുഴുവൻ പ്രസംഗിച്ചുകൊണ്ട് നടന്നപ്പം എവിടെയോ കൊടുക്കേണ്ടത് കൊടുക്കാൻ മറന്നുപോയി. സത്യമല്ലേ പ്രിയമുള്ളവരെ? മനുഷ്യന് ആവശ്യം വേറൊന്നുമല്ല,
അവൻ്റെ അടിസ്ഥാന ആവശ്യം സ്നേഹം എന്ന് പറയുന്ന ഒന്നാണ്. ഇത് കൊടുക്കേണ്ടത് വീട്ടിൽ നിന്നാണ്. ഇത് വീട്ടിൽ കൊടുത്തില്ലേ പിന്നെ നാട്ടുമ്പുറത്തുകാരൻ കൊടുക്കും. പക്ഷെ അത് കൊടുക്കുന്നത് സ്നേഹമല്ല, അതിൻ്റെ പിന്നിൽ വഞ്ചന ഒളിഞ്ഞിരിപ്പുണ്ട്. അത് തിരിച്ചറിയാൻ കഴിയാതെ പോകും. കൊടുക്കേണ്ടത് അനർഗളമായിട്ട് കൊടുക്കേണ്ടത് വീട്ടിൽ നിന്നല്ലേ. വിളിക്കുക, കുഞ്ഞേ നീ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത്? ഈ ഭാഷ മനസ്സിലാക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, മനസ്സിലായെങ്കിൽ, ഈ ദൂത് മനസ്സിലായെങ്കിൽ ഒരു നിമിഷം ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. യേശു കർത്താവിൻ്റെ അമ്മ വിളിച്ചു, കുഞ്ഞെ എന്തുണ്ടോ? മോനെ നീ ഞങ്ങളോട് ഈ ചെയ്തത് എന്തെന്ന് ചോദിച്ചു. അതവിടെ നിൽക്കട്ടെ. അപ്പം ചോദിക്കണേ, അടുത്ത വാക്യം നോക്കിക്കേ, മോനെ ഈ ചെയ്തത് എന്ത്? അടുത്ത വാക്യം എന്താണ്? നിന്റെ അപ്പനും ഞാനും, നിന്റെ അപ്പനും ഞാനും. അവിടെ നിൽക്കട്ടെ ചേച്ചിമാരെ, ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങളിങ്ങനെ ഒരു സാഹചര്യത്തിൽ ചെല്ലുന്നു, മോനെ കാണുന്നു, നിങ്ങൾ എന്ത് പറയും? നിന്റെ അപ്പനും ഞാനും എന്ന് പറയോ, ഞാനും നിന്റെ അപ്പനെന്ന് പറയോ? സ്പോണ്ടേനിയസ് ആയിട്ടൊന്ന് പറഞ്ഞേ. ഓ പറയുന്നു എല്ലാവരും. ഞാനും നിന്റെ അപ്പൻ എന്ന് പറയോ, നിന്റെ അപ്പനും ഞാനെന്ന് പറയോ? അങ്ങ് പറ, ചുമ്മാ അങ്ങ് പറ. ഞാനും നിന്റെ. അവിടെ എല്ലായിടത്തും ആരുണ്ട്? ഞാനുണ്ട്. ഞങ്ങളുടെ അവിടെ ഒരു ഉപദേശിയുണ്ട്. പുള്ളി ആ കുടുംബം രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ പുള്ളി പറയും, അവിടെ ആദ്യം പോയി കാല് വെച്ച് കവിട്ടി പ്രാർത്ഥിച്ചത് ആരാണ്? ഞാനാണ്. അച്ചായ അവിടെ ഒരു സഭ തുടങ്ങി, അവിടെ ആദ്യം പോയത് ആരാണ്? ഞാനാണ്. അപ്പോൾ എന്താ പറഞ്ഞാലും പുള്ളി പറയും അവിടെ ആദ്യം ആരാണ്? ഞാനാണ്. അങ്ങനെ ഞങ്ങളുടെ പിള്ളേരെല്ലാം കൂടെ പുള്ളിക്ക് പേരിട്ടു പാസ്റ്റർ അൽക്കൊയ്ത. എവിടെ ബോംബ് പൊട്ടിയാലും ആരും ഏറ്റില്ല, അൽക്കൊയ്ത പറയും ആരാണ്? എവിടെയെങ്കിലും ഒരു ബോംബ് പൊട്ടി ഉത്തരവാദിത്വം ആരും ഏറ്റില്ലെങ്കിൽ അൽക്കൊയ്ത പറയും ആരാണ്? ഞങ്ങളാണ്. അങ്ങനെ ഞങ്ങളുടെ പിള്ളേർ ഉപദേശിക്ക് പേരിട്ടു പാസ്റ്റർ അൽക്കൊയ്ത. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാലേ ഞാനും നിന്റെ അപ്പനെന്ന് പറയുമോ, നിന്റെ അപ്പനും ഞാനെന്ന് പറയുമോ? പക്ഷെ ഈ അമ്മ പറഞ്ഞത് എന്താ? അപ്പൊ അപ്പൻ ആരെയും കൊണ്ട് സംസാരിപ്പിച്ചു? അമ്മയും കൊണ്ട്. അമ്മ ആർക്ക് ബഹുമാനം കൊടുത്തു? അപ്പന്. അപ്പൊ ഈ ബഹുമാനിക്കണമെന്ന് യേശുവിനെ പഠിപ്പിച്ചത് ആരാ? അപ്പനും അമ്മയാ പ്രിയമുള്ളവര്. അതുകൊണ്ടാണ് അവൻ തന്നേക്കാൾ മറ്റുള്ളവനെ ശ്രേഷ്ഠമെന്ന് എണ്ണി അത്താഴത്തിൽ എഴുന്നേറ്റ് വസ്ത്രം ഊരി വെച്ച് ശിഷ്യന്റെ കാല് കഴുകി അവനെ ബഹുമാനിക്കാൻ യേശുവിനെ പഠിപ്പിച്ചത് ആരാണ്? അപ്പനും അമ്മയാ. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. പ്രിയമുള്ളവരെ, ഈ തിരുക്കുടുംബത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് പുറത്തു വന്ന യേശു കർത്താവ് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ വന്ന ഈ ശിഷ്യന്മാരെ നോക്കി വിളിക്കുന്ന ഒരു പദമുണ്ട്, കുഞ്ഞേ എന്തുണ്ടോ? കൂട്ടാൻ വല്ലതും ഉണ്ടോ? കുഞ്ഞുങ്ങളെ വല്ലാതെ പൊള്ളിപ്പോയി അവരുടെ ഹൃദയം. അവിടെയാ പത്രോസിനെ മാറ്റിയത്. അടിച്ചില്ല, പക്ഷെ എന്തോ വിളിച്ചു? കുഞ്ഞേന്ന് വിളിച്ചു. അടിയെക്കാട്ടിയും വലുതാണ് സ്നേഹത്തിൻ്റെ വഴക്ക് പറച്ചിൽ. എന്നെ അത് പഠിപ്പിച്ചത് എൻ്റെ അപ്പച്ചനാ. എനിക്ക് 10 വയസ്സുള്ളപ്പോൾ എൻ്റെ അപ്പച്ചൻ മരിച്ചുപോയി. 8 വയസ്സൊക്കെ ഉള്ളപ്പോൾ, ഒരു 7-8 വയസ്സൊക്കെ അട്ടിച്ചുള്ളപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു പട്ടി ഉണ്ടായിരുന്നു. അന്ന് ഈ പട്ടിക്ക് നമ്മൾ ഇറച്ചിയും മീനും ഒന്നും കൊടുക്കത്തില്ല. എല്ലാം അവസാനം തിന്നുമ്പോൾ മുള്ളെല്ലാം കൂടെ ഇളക്കിയിട്ട് ആർക്ക് കൊടുക്കും? പട്ടിക്ക് കൊടുക്കുക. അപ്പോൾ അന്ന് കുഞ്ഞല്ലേ, പട്ടിയെ ഭയങ്കര ഇഷ്ടം. ഞാനെന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ഉള്ള ചോറും മീനും എല്ലാം കൂടെ ഇളക്കിയിട്ട് ഈ പട്ടിക്ക് കൊണ്ട കൊടുത്തു. അപ്പോൾ അപ്പച്ചൻ ഇങ്ങനെ ചാരുകസേര കിടക്കുക. എൻ്റെ അപ്പച്ചൻ വലിയൊരു മനുഷ്യനാണ്. അപ്പച്ചൻ ചാരുകസേര കിടക്കുക. അപ്പോൾ ഈ പട്ടിക്ക് ഇത് കൊടുക്കുന്നത് കണ്ടുകൊണ്ട് അപ്പച്ചൻ എന്നോട് ചോദിച്ചു, ഇതെല്ലാം കൂടെ നീ ഇളക്കി പട്ടിക്ക് കൊടുത്തോളാൻ ചോദിച്ചു. അപ്പം പിടിക്കപ്പെട്ടില്ലേ. ഞാനെന്ത് ചെയ്യുന്ന അറിയാമോ? കുഞ്ഞാണ്. ഞാൻ ഈ പട്ടിയുടെ മുമ്പിൽ നിന്ന് ഈ പാത്രം തട്ടിയെടുത്തു. ഇങ്ങനെ എടുത്തിട്ട് പറഞ്ഞു, എന്നാൽ അപ്പച്ചൻ കഴിച്ചോളാൻ പറഞ്ഞു. എൻ്റെ പ്രിയമുള്ളവരെ, ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. 8 വയസ്സേ ഉള്ളൂ. എൻ്റെ അപ്പച്ചൻ ഇങ്ങനെ ചാരുകസേര കിടക്കുക. അപ്പച്ചൻ ഒന്നും പറഞ്ഞില്ല, എന്നെ അടിച്ചില്ല. എനിക്ക് മനസ്സിലായി ഇത് എവിടെയോ കൊണ്ടു. ഞാൻ വന്ന് നോക്കിയപ്പോൾ എൻ്റെ അപ്പച്ചൻ്റെ കണ്ണിൽ കൂടെ ഇങ്ങനെ കണ്ണീര് വരികയാണ്. ഞാൻ എൻ്റെ അപ്പച്ചൻ്റെ കാക്കപ്പോൾ അപ്പച്ചൻ എന്നെ ഒന്ന് അടിച്ചേ. അതിന് മോനൊന്നും ചെയ്തില്ലല്ലോ. അപ്പച്ചൻ എന്നെ ഒന്ന് അടിച്ചേ. എൻ്റെ അപ്പച്ചൻ എന്നെ അടിച്ചില്ല. അപ്പച്ചൻ എൻ്റെ വഴക്ക് പറഞ്ഞില്ല. പക്ഷേ അപ്പച്ചൻ്റെ കണ്ണിൽ കൂടെ 2 കണ്ണീര് വന്നു. അന്ന് ഞാനൊരു കാര്യം പഠിച്ചു, ആരെയും വേദനിപ്പിക്കരുതെന്ന്. വാക്കുകൾക്ക് ശക്തിയുണ്ടെന്ന്. അടിച്ചായിരുന്ന ഞാൻ മറന്നുപോയനെ. പക്ഷെ ആ കണ്ണീരിന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ഒരു വാക്ക് അടിയെക്കാട്ടിലും വലുതാണ് സ്നേഹത്തിൻ്റെ ഒരു സന്ദേശം. അത്താഴത്തിന് തണുപ്പാണ്, അത് മരണത്തെ കാണിക്കുന്നതാണ്. അതിന് അത്താഴം മരണത്തെ കാണിക്കുന്നതാണ്. അത് അന്ത്യ അത്താഴമാണ്. ഞാൻ വരുമ്പോഴും എൻ്റെ ഓർമ്മയ്ക്ക് എൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അത്താഴത്തിൽ പങ്കുണ്ടെങ്കിൽ അത്താഴം കഴിഞ്ഞിട്ട് അതിൻ്റെ അത്താഴം കൊണ്ട് അവസാനിക്കുകയല്ല. പ്രിയമുള്ളവരെ, നിന്നെ കാത്തിരിക്കുന്ന ചൂടുള്ള ഒരു പ്രഭാത ഭക്ഷണമുണ്ട്.
ആ അന്ത്യ അത്താഴം തണുത്തതാണെങ്കിൽ ആ മരണത്തിന് പങ്കുള്ളവരായി നാം ആ നിന്ന വഹിച്ചുകൊണ്ട് ദൈവത്തോടൊപ്പം അന്ന് നടക്കാമെങ്കിൽ അവന് വേണ്ടി ഒരുക്കുന്ന ഒരു ചൂടുള്ള പ്രഭാതമുണ്ട്. 30 സങ്കീർത്തനം കൂട്ടി വായിച്ച് സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, എന്നാൽ ഉഷസ്സിൽ എന്ത് വരും? ആനന്ദഘോഷം വരും. എല്ലാ സന്ധ്യ അവസാനിക്കുന്നത് ഒരു പ്രഭാതത്തിലാണ്. ഒരു അത്താഴമുണ്ടെങ്കിൽ അത് തണുപ്പാണെങ്കിൽ നിനക്ക് വേണ്ടി ചൂടുള്ള ഒരു പ്രഭാതം ഒരുക്കുന്ന ഒരു ദൈവത്തിൻ്റെ വിരുന്നുമേശയുണ്ട്. പക്ഷെ അതിൽ പങ്കുണ്ടാകണമെങ്കിൽ എന്തി പങ്കുണ്ടാകണം? അത്താഴത്തിൽ പങ്കുണ്ടാകണം. വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. അത് കഴിഞ്ഞിട്ട് പെരുത്ത മീൻകൂട്ടം കിട്ടുന്നു. യേശു അവരോട് പറയുന്നൊരു കാര്യമുണ്ട്, നീ ഇപ്പം പിടിച്ച ചിലത് എന്ത് ചെയ്യണം?